ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് ഫൈസൽ, വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത്തരത്തിലുള്ള സൗജന്യ വെബിനാറുകളും അതേപോലെ തന്നെ വർക്ക്ഷോപ്പുകളും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് നോളജ് ഷെയറിങ്ങുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ സംഘടിപ്പിച്ച് മുന്നോട്ട് വരികയാണ്. ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ നമ്മൾ സംഘടിപ്പിച്ചു. അതിനുശേഷം ഈ മാസം മുതൽ നമ്മൾ ഓഫ്ലൈനിലേക്ക് കൂടി നമ്മളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ആർട്ട് തെറാപ്പി, അതേപോലെ തന്നെ MSc കേസ് ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ള 1 ഡേ വർക്ക്ഷോപ്പുകൾ തൃശ്ശൂരിൽ നമ്മുടെ വെമ്പിൾ അക്കാദമിയുടെ ഓഫീസിലും അതേപോലെ തന്നെ കാലിക്കറ്റിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ സൈക്കോളജി മേഖലയിൽ പഠിക്കുന്നവർക്കും പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ഇന്റേൺഷിപ്പുകൾ നമ്മൾ അടുത്ത മാസം മുതൽ ആരംഭിക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ച ഡിപ്ലോമ, PG ഡിപ്ലോമ തുടങ്ങിയിട്ടുള്ള കോഴ്സുകളും അടുത്ത മാസം മുതൽ നമ്മൾ തുടങ്ങാനിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഏറ്റവും നല്ല രീതിയിൽ മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് നല്ല സർവീസും നല്ല സപ്പോർട്ടും നല്ല ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശ്യം. അത് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് സംവിധാനിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇതുവരെ നമ്മൾ സ്വീകരിച്ച രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയും ഒപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് നമുക്ക് മുൻകൂട്ടി നിശ്ചയം കണ്ട് മുന്നോട്ട് പോകണം. നമ്മുടെ ഇന്നത്തെ ഫാക്കൽറ്റി ആയിട്ടുള്ള നിസാവ് സാറ്, അതേപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതലായിട്ട് കോഴ്സുകൾ ചെയ്യുന്ന ഫ്രീ വെബിനാറുകൾ നൽകുന്ന വർഷ മേം തുടങ്ങിയിട്ടുള്ള ഞങ്ങളുടെ ഒരു ടീം ഏകദേശം ഒരു വർഷമായി നമ്മൾ ഇത്തരം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 30,000-ലധികം പ്രൊഫഷണൽസിനെയും സ്റ്റുഡൻസിനെയും ഒക്കെ അഡ്രസ്സ് ചെയ്യാനും കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി തുടങ്ങിയിട്ടുള്ള ഒരുപാട് മേഖലയിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് തീർച്ചയായിട്ടും കുറച്ചുകൂടി ഉയർന്ന വിദ്യാഭ്യാസം അതല്ലെങ്കിൽ ഉയർന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ, വെമ്പിൾ അക്കാദമിയുടെ സർട്ടിഫിക്കറ്റ് എന്നതിനേക്കാൾ അപ്പുറത്ത് കുറച്ചുകൂടി എംബസി അറ്റസ്റ്റേഷൻ ഒക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുണ്ട് എന്ന രീതിയിൽ തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുകയും ഇന്റേൺഷിപ്പ് അടക്കമുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഒക്കെ ഇനിയും ഉണ്ടാകണം. ഇത്തരത്തിലുള്ള വെബിനാറുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിനോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ എല്ലാവരിലേക്കും എത്തിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇന്ന് നമ്മൾ സൈക്കോതെറാപ്പിയിലെ തന്നെ മൈക്രോ സ്കിൽ മോഡൽ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൈക്രോ സ്കിൽസ് മോഡൽ ഇൻ സൈക്കോതെറാപ്പി എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിസാവ് സാറ് ഇന്ന് ക്ലാസ് ലീഡ് ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിസാവ് സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. Thank you. Okay. Good evening, all. Good evening. Good evening. ഫൈസൽ സാറിന്റെ ഒരു തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, അത് കൂടുതൽ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞതാണ് പുള്ളിക്കാരൻ. എന്നാലും ഞാൻ വിളിച്ചു വരുത്തിയതാണ്. ഒരു തുടക്കത്തിൽ ഒരു എനർജറ്റിക് വേണമെങ്കിൽ പുള്ളിക്കാരൻ തന്നെ വേണം. ഇനി എന്താണ് വിശേഷങ്ങൾ എല്ലാവർക്കും? കഴിഞ്ഞ ആഴ്ച ഓഫ്ലൈൻ ക്ലാസ്സിന് പോയിരുന്നു വിംബിളില്.
ഞാന് കണ്ടിരുന്നു നിങ്ങളെ വീഡിയോസ് ഫോട്ടോസും ഒക്കെ. വളരെ സന്തോഷം തോന്നി. ഏതായാലും വിംബിളിന്റെ കൂടെ നിങ്ങൾ ഒരു പാർട്ട് ആവുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് അതിൽ കുറച്ച് ഞാനും എന്നെ പോലുള്ള ഒരാളൊക്കെ കുറച്ച് നിമിത്തങ്ങൾ മാത്രമാണ് ഈ ഒരു അക്കാദമിക്കിന്റെ കൂടെ. അപ്പോൾ ബാക്കിയുള്ള നിങ്ങളുടെ ഈ ഒരു മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും നല്ലത്. കുറെ പേര് പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾ എനിക്ക് തോന്നുന്നു 10-12 പേര് എനിക്ക് പേഴ്സണൽ ആയിട്ട് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ. ഓക്കെ, താങ്ക് യു. ഓക്കെ. എന്താണ് രാധാകൃഷ്ണൻ സാർ, ഓക്കെ അല്ലേ? സാർ ഓക്കെയാണ് സാർ. ഓക്കെ. വീഡിയോയിൽ വരുന്ന ആദ്യത്തെ ഒരു മുഖമാണ് ഏറ്റവും പ്രസന്റ് മൈൻഡോട് കൂടി പുഞ്ചിരിയോട് കൂടി ഇരിക്കുന്ന ഒരാൾ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇന്ന് നമുക്ക് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. മൈക്രോ സ്കില്ല് മോഡൽ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ചിന്തിക്കണം. നമ്മളൊക്കെ കൗൺസിലിംഗിൽ ഉപയോഗിക്കുന്ന രീതി തന്നെയാണ്. അപ്പോ ഈ ഒരു മൈക്രോ സ്കില്ല് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആശയവിനിമയങ്ങൾ ഒരു സെഷനിൽ എങ്ങനെയൊക്കെ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കാം, ഏതൊക്കെ രീതിയിൽ നല്ലൊരു ഹാപ്പി ആയിട്ട് മനോഹരമായിട്ട് എന്താണ് ഒരു സെഷൻ എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ ഒരു മൈക്രോ സ്കില്ല് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ മൈക്രോ സ്കില്ല് CBTയിലാണ്. CBT കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ സ്കില്ലാണ്. അപ്പൊ അതിനെന്താണ് നമുക്ക് ഏതൊക്കെ മിറാക്കിൾ ക്വസ്റ്റ്യൻസ്, സോക്രാറ്റിക് ക്വസ്റ്റ്യൻസ് പോലെയുള്ള ആ രീതിയിൽ ആ മെത്തേഡുകൾ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ, ഒരു ക്ലയന്റിനോട് എത്ര മനോഹരമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ, അതിന്റെ ഒരു പേരാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു മൈക്രോ സ്കിൽ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഗോൾസി എന്ന് പറയുന്നത് തന്നെ നല്ലൊരു റാപ്പോ ബിൽഡപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതേപോലെ പൂർണ്ണമായിട്ടും ഒരു ക്ലയന്റിനെ മനസ്സിലാക്കുക എന്നുള്ള ക്ലയന്റിന്റെ ഇപ്പൊ ജീവിതത്തിൽ അനുഭവിക്കുന്ന ജീവിത അനുഭവങ്ങൾ, അല്ലെങ്കിൽ ആ ക്ലയന്റിന്റെ വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, അതേപോലെ അതൊക്കെ എന്താണ് നമ്മളെ ഗൗരവത്തോടെ അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും നമ്മൾ സഹായിക്കുന്ന ഒരു രീതി. പിന്നെ അതേപോലെ തന്നെയാണ് ഒരു ക്ലയന്റിന് നമുക്ക് എത്രത്തോളം എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് വേണം, അതെന്താണ് ഏറ്റവും പൂർണ്ണമായിട്ടുള്ള രീതിയിൽ തന്നെ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതി. അപ്പോ ഫെസിലിറ്റേറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രശ്നങ്ങൾ ഏത് രീതിയിലാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയേണ്ടത്, ജീവിതത്തിൽ അതേപോലെ തന്നെ അവർക്കൊരു പോസിറ്റീവായിട്ടൊരു മേഖലയിലേക്ക് നമ്മൾ എങ്ങനെയാണ് അവരെ കൊണ്ടുപോവുക, ഇതൊക്കെ അറിയണമെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല, നമുക്ക് സംസാരിക്കാൻ ഒരു ക്ലയന്റ് നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയാണ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എവിടെയാണ് അത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത്, പ്രശ്നത്തിന്റെ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെ എങ്ങനെയാണ് ഒരു പോസിറ്റീവായിട്ട് മേഖലയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ അല്ലെ 2 സെഷൻ എന്നും പ്രശ്നങ്ങൾ കേട്ടാൽ തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് എന്താണ് നമ്മൾ കുറഞ്ഞ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ പോലെ കൗൺസിലർ സാധിക്കണം. അതിനുപയോഗിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കില്ലാണ് മൈക്രോ സ്കില്ല് എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ പ്രധാനമായിട്ടും ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ നമുക്ക് ഡിഫിക്കൽട്ടി ആയിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ഏരിയയാണ് അഡോളസൻസ് ഏരിയ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു ടീമിനെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുക? വളരെ ബുദ്ധിമുട്ടാണ്. അവരോട് എങ്ങനെയാണ് നമുക്ക് സംസാരിക്കേണ്ടത്, ഏതൊക്കെ ബുദ്ധിമുട്ടാണ്, പലതരത്തിൽ ചിലപ്പോ പല കുട്ടികളും നമ്മുടെ മുമ്പിൽ വന്ന ഒരു അക്ഷരം മിണ്ടലുണ്ടാവില്ല. നമ്മൾ തീരെ ഒരു ആക്റ്റീവ് ആയിരിക്കില്ല, കോപ്പറേറ്റീവ് ആയിരിക്കില്ല. അപ്പൊ ആ സാഹചര്യത്തിലൊക്കെ നമുക്ക് എന്താണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. ഇപ്പൊ ഈ ഒരു ക്ലയന്റിന് ഈ കുട്ടി എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇതിനെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് വളരെയധികം ഒരു എന്താണ് നമുക്ക് തന്നെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് പറഞ്ഞു തുടങ്ങാം. അതിൽ ആദ്യം തന്നെ എന്താണ് യൂസ് അഡോളസെന്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് എന്ന് പറയുന്നത്. ഇപ്പോ ഈ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ നിലവില് അവര് അഡോളസെന്റ് ആ ഒരു ഏജ് 15 വയസ്സുള്ള ഒരു കുട്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളതെങ്കിൽ അവർക്ക് എന്താണ് അവരുടേതായ രീതിയിലുള്ള ആശയവിനിമയം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അവരുടെ ഭാഷ, അവരുടെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നിവ മനസ്സിലാക്കി എന്താണ് അതിനനുസരിച്ച് നമുക്ക് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഒരു കുട്ടി നമ്മളോട് വന്ന് പറയാണ് വീട്ടിൽ ഭയങ്കര വെറുപ്പിക്കലാണ്, പിന്നെ അല്ലെങ്കിൽ പാരന്റ് ഭയങ്കര ടോർച്ചർ അങ്ങാണ്. അപ്പോ
അവിടെ നമുക്ക് ഈ അഡോളസൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് നല്ല രീതിയിൽ മിറാക്കിൾ ക്വസ്റ്റ്യൻ പോലെ നമുക്ക് അവിടെ വേണമെങ്കിൽ ചോദിക്കാം എന്താണ്, ഈ ഒരു ബുദ്ധിമുട്ടും സങ്കടം ഈ ഒരു വർഷങ്ങൾക്കിടയിൽ നീ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ഇതാണ് അഡോളസൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അവരുടെ മനസ്സിലേക്ക് നമ്മൾ പോവുക എന്നുള്ളത്. അവിടെ അവർ ചെയ്ത തെറ്റുകളെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്താണ്, അവര് എന്താണ് നിലവിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലേക്ക് നമുക്ക് പോവേണ്ടിയത്, അവരെന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, എന്ത് കാരണമാണ് നമ്മളോട് അവർ പറഞ്ഞിട്ടുള്ളത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അതിന് അനുകൂലിക്കുന്ന രീതിയിൽ എന്താണ് നമ്മൾ സംസാരിക്കുന്ന ഒരു രീതി ആയിരിക്കണം ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെയാണ് അവോയ്ഡ് ഓവർ കൺട്രോൾ ആൻഡ് അഡ്വൈസ് ഗിവിംഗ് എന്ന് പറയുന്നത്. ഇതില് ഏറ്റവും കൂടുതൽ എന്താണ്, അധികമായിട്ടുള്ള ഒരു നിയന്ത്രണം. അപ്പോ ഇതില് വരുന്നത് അമിതമായിട്ടുള്ള ഒരു കുട്ടീനെ അടുത്ത് നമ്മളടുത്ത് കൊണ്ടുവന്നിട്ടുള്ള നമ്മള് പാരന്റ് ഒരുപാട് ഉപദേശിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. അതേപോലെ എന്താണ് നമ്മൾ ഇവിടുന്ന് അമിതമായിട്ടൊന്ന് നിയന്ത്രിക്കുകയോ ഓവറായിട്ട് കൺട്രോൾ ഒക്കെ നമ്മളെ കയ്യിൽ വരുന്ന സമയത്ത് അവിടെ എന്താണ് ഒരു നല്ല രീതിയിലൊരു കൗൺസിലിംഗ് സെഷൻ നടക്കാൻ സാധ്യതയില്ല. അവിടെ എന്താണ് അവർക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന അവര് നമ്മളോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉത്തരങ്ങൾ നൽകാൻ അവസരം നൽകുക എന്നുള്ളതാണ്. അപ്പൊ ഒരു കുട്ടി വന്ന് പറയാണ്, എന്നെ അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നില്ല, എന്നെ കേൾക്കാൻ വീട്ടിൽ ആരുമില്ല എന്ന് പറയുന്നിടത്ത് എന്താണ്, അപ്പോ അവിടെ നമുക്ക് എന്താണ് ചോദിക്കുക? ഓവർ കൺട്രോൾ അല്ല, ഒരു അഡ്വൈസ് അല്ല എന്ന രീതിയിൽ നമുക്കൊരു സെഷൻ മിറാക്കിൾ ക്വസ്റ്റ്യൻസ് പോലെ അവരെ ഉപയോഗിക്കാം. നീ എപ്പോഴെങ്കിലും വീട്ടിൽ ഒറ്റപ്പെട്ടതായി നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താ, നിന്നെ ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്റെ അച്ഛനും അമ്മയും ജോലിക്ക് മറ്റേതെങ്കിലും മേഖലയിലേക്ക് പോയിട്ടുണ്ടോ? എപ്പോഴാണ് നിനക്ക് എപ്പോഴും സങ്കടങ്ങൾ കൂടുതലായി തോന്നിയിട്ടുള്ളത്? ഈ ഒരു ചോദ്യത്തിൽ വരുന്ന സമയത്ത് എന്താണ്, അവിടെ കുട്ടിക്കെതിരെ ഒരു പരാതി പറയരുതില്ല, നമ്മളൊരു കുട്ടിക്ക് ഒരു ഉപദേശം കൊടുക്കുന്നില്ല, കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു രീതിയാണിത്. പിന്നെ അതേപോലെയാണ് ടൂൾ ടു പ്രൊമോട്ട് ചേഞ്ച് എന്ന് പറയുന്നത്. ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ടൂൾസുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം മാറ്റത്തിന് സഹായിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? നമുക്ക് ഇവിടെ ഉദാഹരണം പറയാണ്, CBT വർക്ക് ഷീറ്റുകൾ ഉപയോഗിക്കുക. അവിടെ വർക്ക് ഷീറ്റ് തോട്ട് റെക്കോർഡ് ഉപയോഗിച്ചിട്ട് ആ കുട്ടിയുടെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ കുട്ടീനോട് എഴുതിയ സ്പോട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താണ്, സ്റ്റോറി കാർഡുകൾ, അതേപോലെ മൂഡ് ചാർട്ടുകൾ, അതേപോലെ ജേർണലിംഗ്, ഇതേപോലെയുള്ള ചെറിയതായിട്ടുള്ള അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, അവർക്ക് ആ സ്പോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പെട്ടെന്ന് അവരുമായിട്ടൊരു റാപ്പോ ബിൽഡപ്പ് ഉണ്ടാക്കാൻ കഴിയും. ഇനി അതേപോലെ തന്നെ അഡൽട്ട് മൈക്രോ സ്കിൽ യൂസ്ഫുൾ എന്ന് പറഞ്ഞ ചില സമയത്ത് എന്താണ്, നമുക്ക് മുതിർന്ന ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നത് പോലെ കുട്ടികൾക്കിടയിലും നമുക്കൊരു ഒരു എന്താണ് പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു എന്താണ് പ്രൊഫഷണൽ തെറാപ്പിസ്റ്റ് ആണ്, നമ്മളൊരു മുതിർന്ന ഒരാളുമായി സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ അവിടെ എടുക്കേണ്ടി വരും. അവിടെ എന്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നോക്കുന്നത് ആക്റ്റീവ് ലിസണിങ് തന്നെയാണ്. കുട്ടിയെ ഏറ്റവും നല്ല രീതിയിൽ കുട്ടി എന്താണ് പറയുന്നത്, കുട്ടിക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത്, അത് കേൾക്കുക. ഏറ്റവും നല്ലതായിട്ട് എമ്പതറ്റിക്കലായിട്ട് അവിടെ കൊടുക്കുക, ഒരു സ്നേഹവും കരുണയൊക്കെ കൊടുക്കുക. അതേപോലെ എന്താണ് സമ്മറൈസ് ചെയ്യുക എന്നുള്ള, കുട്ടി എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതൊരു ചുരുക്ക രൂപത്തിൽ എന്താണ് റിട്ടേൺ ആയിട്ട് പറയും. ഇപ്പൊ ഇതാണ് നിന്റെ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം, വീട്ടുകാരാണ് യഥാർത്ഥത്തിലുള്ള നിന്റെ പ്രശ്നം, അല്ലെ സ്കൂളിലാണോ യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം, അവരെന്താണ് നമ്മളോട് പറഞ്ഞത് അത് ചുരുക്ക രൂപത്തിൽ എന്താണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് സയന്റിഫിക് ആയിട്ടുള്ള മോഡൽ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തിയററ്റിക്കൽ കൺസിസ്റ്റന്റ് ഹെൽപ്പിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഒരു സെഷന് ഒരു കുട്ടീനെ കൊണ്ടുവന്നു, ആ കുട്ടി എന്താണ് ഒരുപാട് കളവുകൾ നമ്മളോട് പറയാണ്, ഞാൻ അതാണ് ചെയ്തിട്ടുള്ളത്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒക്കെ എന്റെ വീട്ടുകാരുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറെ പ്രശ്നങ്ങളാണ്, പലതരത്തിൽ എന്താണ് പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു. അങ്ങനെ പിറ്റേതാഴ്ച പിന്നെ അടുത്ത സെഷനിൽ കുട്ടി ആ സെഷൻ അങ്ങനെ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. പിറ്റേ സെഷന് വരുന്ന സമയത്ത് എന്താണ്, കുട്ടി ഒരക്ഷരം മിണ്ടുന്നില്ല. കാരണം കുട്ടിക്ക് താല്പര്യമില്ല നമ്മളോട് സംസാരിക്കാൻ. ഇവിടെ ഇതൊരു ഡയനാമിക് മോഡലായിട്ട് നമ്മൾ ഉപയോഗിക്കണം. കാരണം കഴിഞ്ഞ സെഷനിൽ നമ്മൾ എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ ആയിരിക്കരുത് നമ്മൾ എന്താണ് സെക്കൻഡ് സെഷനിൽ കുട്ടി, പ്രത്യേകിച്ച് ഈ അഡോളസൻസ് കേസുകളിൽ നമ്മൾ ഉപയോഗിക്കുക വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ. കാരണം എന്താണ്, നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, ആ കുട്ടി എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത് അത് പാടില്ല. കാരണം അവരെന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിലവിൽ അവർക്ക് എന്തെങ്കിലും എനർജറ്റിക്കലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ലോ ആകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യം വരുന്ന സമയത്ത് അവർക്ക് അവരുടെ ചിന്താഗതികളും അവരുടെ ബന്ധങ്ങളുടെ റിലേഷൻഷിപ്പിലുമായിട്ട് കണക്ഷൻ എത്രത്തോളം നോക്കിയിട്ട്
എല്ലാ രീതിയിൽ എന്തൊക്കെയാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് അതിനനുസരിച്ചായിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. അവിടെ എന്താണ് അവിടെ ക്രിയേറ്റീവ് ആയിട്ട് കുട്ടിക്ക് എന്താണ് നിലവിൽ ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ പിന്നെ ആ ഒരു രീതിയിൽ എന്താണ് കുട്ടിക്ക് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡയറക്റ്റിലായി പോവുക. അപ്പൊ അവിടെ എന്താണ് നമുക്ക് തിയററ്റിക് കൺസിസ്റ്റന്റ് ഒന്ന് വേണമെങ്കിൽ ഇപ്പൊ ഈ ഡൈനാമിക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് CBT-യിലാണെങ്കിൽ ഒരു മോഡൽ ഉപയോഗിച്ചിട്ട് ആ കുട്ടീനെ എന്താണ് ആ ഒരു സിറ്റുവേഷൻ കുട്ടിക്ക് നിലവിലുള്ള പ്രശ്നം ഏതു, ആ കുട്ടി എന്താണ് ഇമോഷൻസ് ഉള്ള ആ ഒരു ബേസ് വെച്ചിട്ട് നമ്മൾ എന്താണ് ഈ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ അതേപോലെയാണ് ലോ സ്ട്രക്ചർ അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടി ചിലപ്പോൾ ഫസ്റ്റ് സെഷൻ വന്നു, സെക്കൻഡ് സെഷനും ഒരേപോലെ എന്താണ് റിജിഡ് ആയിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ഉള്ളതെങ്കിൽ എന്താണ് നമുക്കും ചിലപ്പോൾ ഈ ഒരു കുട്ടിയെ എങ്ങനെയാണ് എന്താണ് ചെയ്യുക എന്നുള്ളത് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ അവിടെയും വലിയ വ്യത്യസ്തമായിട്ടില്ലാത്ത രീതിയിൽ എന്താണ് കുട്ടിയുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്. കുട്ടി എങ്ങനെയാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ, കുട്ടിയുടെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെയൊക്കെയാണ്, പ്രശ്നത്തിലേക്ക് നമ്മൾ പോവാതെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് നമുക്കൊരു സ്ട്രക്ചർ വേണ്ട. ഒരു കൗൺസിലിംഗ് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെ, റിപ്പോർട്ട് ഉണ്ടാക്കും, പിന്നെ അതേപോലെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എടുക്കും, പിന്നെ പ്രസന്റ് പ്രോബ്ലത്തിലേക്ക് പോകും. ഈ ഒരു സ്ട്രക്ചർ ഒന്നും വേണ്ട. ഡയറക്റ്റ് ആയിട്ട് കുട്ടി വന്ന സമയത്ത് സെക്കൻഡ് സെഷനിൽ ഇരിക്കുന്ന സമയത്ത് ആളുമായിട്ട് എന്താണ് കുട്ടിയുടെ ഒരു ചെറിയൊരു മനോഹരമായിട്ടുള്ള ഒരു നല്ല രീതി സംസാരിക്കുന്ന രീതി എടുക്കുക. പിന്നെ അതേപോലെയാണ് പ്രോ ആക്റ്റീവ് സ്കിൽ സെലക്ഷൻ ഈസ് കീ എന്ന് പറയുന്നത്. എൻവിറോൺമെന്റുമായിട്ട് കുട്ടിക്ക് എത്രത്തോളം ചുറ്റുപാടുകളുമായിട്ട് കുട്ടിക്ക് എത്ര നിലയിലുള്ള കണക്റ്റീവ് ഉണ്ട്. അതേപോലെ ഈ കുട്ടി പറഞ്ഞതുപോലെ ചുറ്റുപാട് നോക്കുമ്പോൾ കുട്ടി നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണ്, അല്ലെങ്കിൽ നല്ലൊരു ഒരു ആർട്ടിസ്റ്റ് ആണ്, സ്കൂളിലൊക്കെ നല്ല മികച്ചു നിൽക്കുന്നതാണ്, പക്ഷെ പഠനത്തിലും ബിഹേവിയറിലും കുറച്ച് മോശമാണ്. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന ഇത് എന്താണ് കുട്ടിക്കുള്ള കാര്യങ്ങൾ ഉള്ളത്, അത് മാക്സിമം നമ്മൾ എന്താണ് മോട്ടിവേറ്റ് എൻകറേജ്മെന്റ് ചെയ്ത് അതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഫൈനലി നോക്കുമ്പോൾ എയിം ഓഫ് എൻഗേജ്മെന്റ് ആൻഡ് എംപവർമെന്റ്. അവർക്ക് എന്താണ് ഇമോഷണലായിട്ട് മാക്സിമം എന്താണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക, അവർക്ക് എന്താണ് സംസാരിക്കാൻ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള. പല കേസുകൾ എന്താണ് പാരന്റ് എന്താണ് പറയുന്നത് അതേപോലെ എന്നാണ് നമ്മളൊരു അഡ്വൈസ് പോലെ എന്താണ് ഒരു ട്രീറ്റ്മെന്റ് എന്നതിൽ അപ്പുറം എന്നാണ് നമ്മൾ ഉപദേശിക്കുകയാണ് കുട്ടീനെ 1 മണിക്കൂർ 2 മണിക്കൂർ അതേപോലെ 5 സെഷനോ കണ്ടിന്യൂ ആയിട്ട് കുട്ടി എങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. അവിടെ എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നല്ലൊരു എന്താണ് നമ്മുടെ ഒരു മൈക്രോ സ്കിൽ ഉണ്ടാവില്ല, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇതിപ്പോ ആർക്കും ഉപദേശിക്കാവുന്ന രീതിയാണ്. അവിടെ എന്താണ് കുട്ടിക്ക് എവിടെയാണ് പോസിറ്റീവ് ആയിട്ട് സ്കില്ലുകൾ ഉള്ളത് അത് കണ്ടെത്തി അതിൻ്റെതായ രീതിയിലായിരിക്കണം നമുക്ക് എൻകറേജ്മെന്റ് കൊടുക്കേണ്ടത്. ഇതാണ് സാധാരണയായിട്ട് അഡോളസെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത്. ഇനി യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഒരു മൈക്രോ സ്കിൽ എന്താണ്, യഥാർത്ഥത്തിൽ നമ്മൾ അതിലേക്ക് പോവാം. ഓക്കെ അല്ലേ? Yes, sir. ഓക്കെ. അപ്പോ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ക്ലയന്റ് സംസാരിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ക്ലയന്റിന്റെ ഒരു ശരീരഭാഷ, അല്ലെങ്കിൽ ആ ശബ്ദത്തിന്റെ ഒക്കെ ഒരു ട്യൂണ്, പിന്നെ അതേപോലെ ആ ഒരു ക്ലയന്റിന്റെ ചിന്തകൾ ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, നമ്മൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ റെസ്പോൺസ് ചെയ്യുന്നത്, പിന്നെ അതേപോലെ യഥാർത്ഥത്തിൽ പ്രസന്റ് പ്രോബ്ലമുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ എന്താണ് പൂർണ്ണമായിട്ടും ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദാഹരണം പറയാണ്, ഇപ്പോ നമ്മൾ സാധാരണയായിട്ട് ഒരു ചോദ്യങ്ങൾ ഇപ്പോഴത്തെ ലൈഫിൽ ഇപ്പൊ എങ്ങനെയാണ്, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം, എങ്ങനെ കടന്നുപോയി, ദിവസങ്ങളൊക്കെ കടന്നുപോയി. അപ്പൊ അയാൾ പറയാണ് വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അങ്ങ് പോകുന്നു. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ആ വോയിസിന്റെ എത്രത്തോളം ആ വോയിസ് പരമാവധി കുറഞ്ഞിട്ടുണ്ട്, അതേപോലെ എന്താണ് ആ പറഞ്ഞ സമയത്ത് നമ്മുടെ ഐ കോണ്ടാക്ട് നമ്മുടെ മുഖത്തേക്ക് എത്ര സംസാരിച്ചിട്ട് നോക്കിയിട്ടുണ്ട്, അതേപോലെ ആ സമയത്ത് നമ്മുടെ ഈ ഷോൾഡർ ചിലപ്പോ അയാൾ എങ്ങനെയൊന്ന് ഇളക്കിയിട്ടുണ്ടോ, ഈ പറഞ്ഞ സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് അയാൾ കൈ ഒന്നായിട്ട് മുറുകി പിടിച്ചിട്ടുണ്ടോ, ഇതൊക്കെ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അയാളെ എത്രത്തോളം അയാളെ മാനസികമായും ശാരീരികമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ അതേപോലെ എന്തെങ്കിലും ഒരു കേസ് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും മുമ്പ് സംഭവിച്ച സാഹചര്യം അവർ പറയുന്ന സമയത്ത് ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന സമയത്ത് അവർ പറയാണ്, അത് ഞാൻ ഓർക്കാൻ ശ്രമിക്കുന്നില്ല, അത് എന്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ എന്നെ ആർക്കും മനസ്സിലാവുന്ന സിറ്റുവേഷനിലാണ്. അപ്പോ അവിടെ അത് പറയുന്ന സമയത്ത് എന്താണ് അവരുടെ കണ്ണുകൾ ആ പ്രസന്റ് പ്രോബ്ലം
പ്രോബ്ലം നമ്മളോട് പറയുന്ന സമയത്ത് അവർ കണ്ണുകൾ എന്താണ് ചിലപ്പോൾ ഒന്ന് ഒരു മുഖം ചുളിവോ അല്ലെങ്കിൽ എന്താണ് മുഖം ഒന്ന് മാറ്റിയെടുക്കുകയോ എന്നുള്ള രീതി. അതേ സമയത്ത് ഇതെന്താ മനസ്സിലാക്കുക, അവരൊന്ന് നമ്മുടെ മുകളിൽ തല താഴ്ത്തുകയോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയോ ചെയ്താൽ ഒന്നുകിൽ അവർക്ക് എന്താണ് പ്രശ്നത്തിൽ ഒളിച്ചോടാനുള്ള ഒരു ഇതുണ്ട്, അവോയ്ഡൻസി എന്ന് പറയും. അതേപോലെ എന്താണ് ഹൈ ആയിട്ടുള്ള ഒരു ആങ്സൈറ്റി ഉണ്ട്. നമുക്ക് തുടക്കത്തിൽ തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് എന്താണ് മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താണ് ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും നോക്കാതെ പൂർണ്ണമായിട്ടും അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇതിൽ പ്രധാനമായിട്ടും ഒന്നാണ് ഒബ്സർവ് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ആ മുഖത്തുണ്ടായിരുന്ന ഭാവം, അവർ സംസാരിക്കുമ്പോൾ നമ്മളോട് എന്താണ് അഗ്രസീവ് ആയിട്ടാണോ, വളരെയധികം സങ്കടത്തോടു കൂടിയാണോ പറയുന്നത്, അല്ലെങ്കിൽ ഒരു പരിവം പറയുന്നത് പോലെയാണോ, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആങ്സൈറ്റി എന്ന ആ ഒരു സംഭവം അവരെ എന്തെങ്കിലും പറയുന്ന സമയത്ത് അവർക്ക് കൈകൾ നന്നായിട്ട് വിറയുന്നതായിട്ട് അവർക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ എന്താണ് നോക്കാം. പിന്നെ അതേപോലെ കണ്ണിന്റെ ചലനങ്ങൾ എങ്ങനെയൊക്കെയാണ്, പിന്നെ അവരുടെ ആ ചുണ്ടിന്റെ ആ നില എങ്ങനെയാണ്, വന്ന സമയം സംസാരിക്കുമ്പോൾ ഒരേ രീതി ഇപ്പൊ സംസാരിക്കുമ്പോൾ രണ്ടിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അപ്പൊ ചില സമയത്ത് എന്താണ് അവര് ഈ ഒരു ചുണ്ട് അനങ്ങാതെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ പിന്നെ ഇതിനിടയ്ക്ക് എന്താണ് അവര് ഒരു സ്മൈലിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എന്താണ് ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ നോക്കിയാക്കാൻ പറ്റും. പിന്നെ അതിന്റെ കൂടെ തന്നെയാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. പലരും പല കേസുകളും എന്താണ് നമ്മളെ മുമ്പിലിരിക്കുമ്പോ ഒന്നും അനങ്ങുന്നുണ്ടാവില്ല. ചിലപ്പോ കൈയൊക്കെ അതേ വെച്ചിട്ടുണ്ടാവും. തല അങ്ങനെ കണ്ണ് നമ്മളെ മുഖത്തേക്ക് നോക്കും. അപ്പൊ അവിടെ എങ്ങനെയാണ് ബോഡി എക്സ്പ്രഷൻ, ജസ്റ്റ് ഒന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ആളെ കാലൊക്കെ എന്താണ് ഒന്ന് കൂട്ടിപ്പിടിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാം. കാരണം വളരെയധികം, കാരണം എന്റെ ഫ്രണ്ട് ഓഫിൽ നിൽക്കാൻ ഈ ഒരു കൗൺസിലർ എന്താണ് എന്റെ ബുദ്ധിമുട്ട് ഡയറക്റ്റ് ആയി ഫിസിക്കലി ആയിട്ടുള്ള ബുദ്ധിമുട്ട് കാണാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം. ഇവിടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ചലനങ്ങളാണ് ഉണ്ടാവുക. സാധാരണ നമ്മൾ ഇരിക്കുന്നത് പോലെ തന്നെ കൈകളൊക്കെ അവിടെ വെച്ച് ആള് നമ്മളെ മുഖത്തേക്ക്, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷെ ഈ നോർമൽ ചലനങ്ങൾക്കിടയിൽ അയാൾ ഏറ്റവും കൂടുതൽ ഒരു ടൈറ്റ്നസ് ബോഡി എവിടെയെങ്കിലും ഒന്ന് ആക്കിയിട്ടുണ്ടാവും. ജസ്റ്റ് എന്താണ് ഒന്ന്, അല്ലെങ്കിൽ എന്താണ് ഒരു ചെസ്റ്റ് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് ഒന്നിങ്ങനെ കുനിഞ്ഞിങ്ങനെ നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് തോന്നും. കാരണം എന്താണ് അവർ താഴോട്ട് പൂർണ്ണമായിട്ട് ആ വെയിറ്റ് കൊടുത്തിട്ട് ആ സ്ട്രെസ് ലെവൽ അവർ പൂർണ്ണമായിട്ട് കൊടുക്കുന്ന ഒരു രീതി അവിടെ കാണും. ഇതൊക്കെയാണ് ബോഡി ലാംഗ്വേജിൽ. ഇനിയിപ്പോ ടോൺ ഓഫ് വോയിസിലേക്ക് വരുന്ന സമയത്ത് തന്നെ ശബ്ദത്തിന്റെ ഉയരം പിന്നെ ലോ നമ്മൾ മനസ്സിലാക്കണം. ഏത് രീതിയിലാണ് നമ്മളോട് അവർ സംസാരിക്കുന്നത്. ശബ്ദം വളരെ പതുക്കെയാണോ സംസാരിക്കുന്നത്, വളരെ ഉച്ചത്തിലാണ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അവരോട് ചോദിക്കുന്ന സമയത്ത് വളരെ ഇമോഷണൽ ആയിട്ട് ഭയങ്കരമായിട്ട് അവർ ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കുന്നത് കാണാം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ചോയ്സ് ഓഫ് വേർഡ് എന്ന് പറയുന്ന സമയത്ത് അവർക്കെന്താ ചോയ്സ് ഓഫ് ബോർഡിലെ സെൽഫ് ക്രിറ്റിസിസം. കാരണം ഞാൻ ഒന്നിനും കൊള്ളൂല, എന്നെ ആർക്കും ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഞാൻ എല്ലായിടത്തും പോയാലും മോശക്കാരനാണ്, ഐ ആം എ സ്റ്റുപ്പിഡ് എന്നൊക്കെ പറയുന്നത് പോലെ. അല്ലെങ്കിൽ എന്താണ് ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ എന്തെങ്കിലും കാര്യം, അന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. പിന്നെ അതേപോലെ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴാണ് ബുദ്ധിമുട്ട്? അങ്ങനെയൊന്നും ഇല്ലാന്ന്. എന്തിനും ഒരു പറഞ്ഞതുപോലെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ഇല്ല. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലെ അവർക്ക് നമ്മൾ റീപ്ലൈ തരികയാണെങ്കിൽ എന്താണ് ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളും അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് നമ്മുടെ മനസ്സിൽ. ഇതൊക്കെ എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ അതേപോലെയാണ് ഇമോഷണൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു വിഷയം അവിടെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ. അയാൾ ചിലപ്പോൾ പ്രയാസങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടെടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് ചോദിക്കുക, നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പ്രയാസം എനിക്ക് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാവില്ല, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ആ സമയത്ത് അയാൾക്ക് ഒന്നുകൂടി ഭയങ്കരമായിട്ടുള്ള ചിലപ്പോൾ ഒരു ദേഷ്യം വരികയെ, എനിക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോട് പറയാനില്ല, അല്ലെങ്കിൽ എനിക്കത് ഓർമ്മയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അയാളുടെ മുഖത്തുണ്ടാകുന്ന ചില എക്സ്പ്രഷൻസ് ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കാണ്. കാരണം ആ എക്സ്പ്രഷൻ അയാൾക്ക് പിന്നെന്താണ് പിന്നെ പുറത്തറിയിക്കാൻ പറ്റാത്തതായിരിക്കും. പിന്നെ അതേപോലെയാണ് ബിഹേവിയർ പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞതുപോലെ യെസ് ഓർ നോ, അല്ലെങ്കിൽ അവോയ്ഡൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ ഒരു ബ്ലെയിമിങ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കുറ്റം പറയുക. അയാൾ കാരണമാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തകർന്നിട്ടുണ്ടായിരുന്നത്, എന്റെ കുടുംബത്തിൽ അച്ഛൻ എന്നെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല, അമ്മ ഒന്നും എന്നെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഭർത്താവ് എന്നെന്താണ് എന്നെ ഒരു മനുഷ്യനായിട്ട് പരിഗണിച്ചിട്ടില്ല, കുട്ടികൾ പോലും എന്താണ് അയാളുടെ സൈഡാണ് എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും എന്താണ് ബിഹേവിയർ പാറ്റേണിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതേ ഫൈനലിൽ നോക്കുമ്പോൾ സമയത്ത് സൈലന്റ് ആൻഡ് പോസസ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ചില സമയങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആള് സൈലന്റ് ആയി പോവാണ്. ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യാണ്. അപ്പോ ആളെ പ്രശ്നങ്ങൾ നമ്മളോട് പറഞ്ഞു,
ആ പ്രശ്നത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യം വ്യക്തത കിട്ടാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആള് ഒന്ന് നിശബ്ദതയോടുകൂടി ചിലപ്പോൾ അവിടെ നിന്ന് എണീറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എന്താണ് ഒന്ന് സ്റ്റെക്കായി നിൽക്കും. ആൾക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ. ഈ ഒരു പ്രധാനമായിട്ട് നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫേഷ്യൽ നോക്കുക, ബോഡി ലാംഗ്വേജ്, വോയിസ് ഓഫ് ടൂൺ നോക്കുക, ചോയ്സ് ഓഫ് വേർഡ്സ് എന്തൊക്കെയാണ് അവർ പറയുന്നത്, ഇമോഷൻ നോക്കുക, ബിഹേവിയർ പാറ്റേൺ, സൈലന്റ്. സൈലന്റ് ഏറ്റവും കൂടുതൽ നമുക്ക് സാധാരണയായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഈ സൈലന്റ് ആൻഡ് പോസസ് നമുക്ക് എല്ലാ കോൺവെർസേഷനിലും കിട്ടാറുണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ ഒബ്സർവേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് എന്തുകൊണ്ടാണ് വളരെയധികം നമ്മൾ ഈ ഒരു ഒബ്സർവ് ചെയ്യുന്ന പ്രാധാന്യം എന്ന് പറയുമ്പോൾ അവർക്ക് വാക്കുകളിലൂടെ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്ക് ഇമോഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം അവരെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് ആ കണ്ണ് എങ്ങോട്ടും അങ്ങോട്ടും ഇടത്തോട്ടോ വലത്തോട്ടോ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിലെ പ്രശ്നം ഇതല്ല. അല്ലെങ്കിൽ എന്താണ് അവർ പറയുന്നതിൽ ഇനിയും വ്യക്തത നമുക്ക് കിട്ടാനുണ്ട് എന്ന് പറയാൻ പറ്റും. അതേ സമയത്ത് അവർ തല താഴ്ത്തുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുകയാണ്. ഇതൊക്കെ എന്താണ് അവർക്ക് വാക്കുകളിൽ പറയാൻ പറ്റുന്നില്ല. ഇമോഷൻസിലൂടെ അവർ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അത് പുറത്തേക്ക് വരുന്നില്ല. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ ഒരു ഒബ്സർവേഷൻ ചെയ്യുന്നത്. പിന്നെ അതേപോലെ എന്താണ് അവർക്ക് ഈ പറഞ്ഞതുപോലെ വാക്കുകളും പെരുമാറ്റങ്ങളും തമ്മിലുള്ള ചില പൊരുത്തക്കേടുകൾ എന്താണ് തിരിച്ചറിയാൻ നമുക്ക് സഹായിക്കുന്നു. അപ്പോ അവര് ചിലപ്പോ പറയുന്നതായിരിക്കില്ല ഒരു പെരുമാറ്റത്തിലൂടെ വരുന്നത്. അയാൾ പറയാം അന്ന് എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് എല്ലാവർക്കും സംഭവിക്കുന്നത് പോലെയാണ്. പക്ഷെ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്താണ് ആ പെരുമാറ്റത്തിലൂടെ എന്താണ് ബിഹേവിയർ ആയിട്ട് കാണിക്കുന്നത് ചിലപ്പോ വാക്കിൽ വളരെ ട്യൂൺ കുറച്ചിട്ടായിരിക്കും. പക്ഷെ എന്താണ് സംസാരിക്കുമ്പോൾ എന്താണ് ബിഹേവിയറിൽ കാണിക്കുന്നത് ചിലപ്പോ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് മുന്നോട്ടാക്കി കൈയൊക്കെ ഒന്ന് ഭയങ്കര മുറുക്കി പിടിച്ച് ഭയങ്കര ദേഷ്യമായിരിക്കും ബിഹേവിയർ പാറ്റേണിലൂടെ കാണിക്കുക. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എനിക്ക് ചില സാധാരണ ഒരു ഒരു പിന്നെ ഫാമിലി കപ്പിൾ തെറാപ്പിയിലൊക്കെ അവര് പറയാണ്ട് എനിക്ക് ആരോട് പരാതിയൊന്നുമില്ല. പിന്നെ എനിക്ക് എന്റെ ജീവിതം ഒന്ന് നല്ല രീതിയിൽ പോയാൽ മതി എന്നുള്ളത്. ആ സമയത്ത് എന്താണ് അവര് കണ്ണില് നോക്കൂല. അല്ലെങ്കിൽ ഒരു കൈകൾ നേരത്തെ പറഞ്ഞത് മുറുക്കി പിടിച്ചിരിക്കും. അല്ലെങ്കിൽ താഴോട്ട് നോക്കി ഇങ്ങനെ കുറെ നേരം നിൽക്കും സങ്കടത്തോടെ. ഇതൊന്നും അവർക്ക് എന്താണ് വാക്കുകളിലൂടെ അല്ല പ്രവർത്തനത്തിലും വരുന്നത്. അപ്പൊ ആ രീതിയിലായിരിക്കണം. പിന്നെ വേറെ എന്തെങ്കിലും സ്കീമ മോഡുകൾ മുമ്പ് എന്തെങ്കിലും ചെറുപ്പകാലത്ത് എന്തെങ്കിലും ആ രീതിയിൽ അനുഭവിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ ആ വളർന്നിട്ട് ആളുകളാണെങ്കിൽ എന്തെങ്കിലും സ്കീമുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആംഗ്രി ചൈൽഡ്, അതേപോലെ വർണബിൾ ചൈൽഡ്, ഡിറ്റാച്ച്ഡ് പ്രൊട്ടക്റ്റീവ് ചൈൽഡ് എന്നൊക്കെ പറഞ്ഞതുപോലെ വളരെയധികം മോശമായിട്ട് വളർന്നിട്ടുള്ള ഒരു ഡിപെൻഡന്റ് പാരന്റ് സ്റ്റൈലിൽ നിന്നൊക്കെ വളർന്നിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒരു കല്യാണത്തിന് ശേഷമോ അല്ലെങ്കിൽ ജോലി ബന്ധമായിട്ട് എന്തെങ്കിലും ആൾക്ക് പെട്ടെന്ന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്താണ് അയാളെ ഒരു സ്കീം എന്തായിരിക്കും, ഞാൻ പണ്ടേ അധികം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്, എനിക്കൊരു നല്ലൊരു ലൈഫ് എവിടെയും കിട്ടില്ല, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ട്രോമ ഉണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതേപോലെ ട്രോമ റെസ്പോൺസസ്, എന്തെങ്കിലും ഒരു അബ്യൂസോ ട്രോമയോ നടന്നിട്ടുള്ള ഒരാളിലാണെങ്കിൽ അയാൾക്ക് എന്താണ് ഈ പറഞ്ഞതുപോലെ വാക്കുകളിലൂടെ ഒന്നും ആർക്ക് പ്രവർത്തനം ഉണ്ടാവില്ല. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. ഇപ്പൊ ഫൈനലിൽ നോക്കുമ്പോ എന്താണ് ഇത് ഈ ഒരു രീതികളൊക്കെ എന്താണ് നമുക്ക് ഏത് രീതിയിലാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒരു ക്ലയന്റുമായിട്ട് പൂർണ്ണമായിട്ടും ഇടപഴകേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കണം. ആദ്യം ഒബ്സർവ് ചെയ്യണം എന്താണ് ഈ ഒരു ക്ലയന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഇയാളുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ് എന്താണ്, അതിനനുസരിച്ചായിരിക്കണം നമ്മൾ കൊടുക്കണം. തൽക്കാലം ഇയാൾ വളരെ സങ്കടത്തോടു കൂടി നമ്മൾ പറയുന്ന സമയത്ത് തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ അവിടെ എന്താണ് സമാധാനിപ്പിക്കാൻ പോവാണോ? അല്ല. നമ്മൾ അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൂൾസ് നമ്മൾ അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അയാളെ കേൾക്കാനുള്ള നമ്മൾ അയാളെ കേൾക്കുന്നെന്ന് അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് തല അങ്ങോട്ടൊന്ന് നാട്ടുക. ഒരു മൂളിൽ വേണം നമുക്ക് മൂളിക്കൊടുക്കാം. പക്ഷെ എന്താണ് ഇതിന്റെ ഇടക്ക് കയറിയിട്ട് എന്താണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടാക്കൽ, അവരെ പൂർണ്ണമായിട്ട് പറയാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഒബ്സർവേഷന് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ഓക്കെ. ഈ ഒബ്സർവേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു കാര്യങ്ങൾ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഒരു ക്ലയന്റ് ഇപ്പോ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഒരു ക്ലയന്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്ലയന്റ് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് പറയുന്നത് സാറിന് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത്.
അപ്പോ നമുക്ക് എന്താണ് ഈ ഒരു ചോദ്യം എന്താണ് ഒരു ക്ലയന്റ് ഒരിക്കലും ചോദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്താണ് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത്, കാരണം നമ്മുടെ ശ്രദ്ധ അവർക്ക് തോന്നുകയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു ശ്രദ്ധ വേണ്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെയധികം ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്താണ് ക്ലയന്റ് നമ്മളോട് പറയുന്നത്? പ്രസന്റ് ടൈമില് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഈ ഒരു ക്ലയന്റ് പറയുന്ന കാര്യം എന്താണ് നമ്മളോട് പറയുന്നത്? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ എക്സ്പീരിയൻസ് എന്താണ് വിഷയങ്ങള്, പിന്നെ അതേപോലെ ആ സമയത്ത് അവർ അനുഭവിക്കുന്ന വേദനകള്, ഇതെല്ലാം ഉള്ളടക്കമായിരിക്കണം അവര് പറയുന്ന കാര്യങ്ങൾ. അത് നമ്മൾ എന്താണ് പൂർണ്ണമായിട്ടും ഇത് ശ്രദ്ധയോട് കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താണ് ഹൗ ഇറ്റ് ഈസ് സെഡ്, എങ്ങനെയാണ് ഇവര് സംസാരിക്കുന്നത്? അവരുടെ ട്യൂണ് വളരെ ലോ ആയിട്ടാണോ, ഹൈ ആയിട്ടാണോ, അതേപോലെ ആ ഒരു വളരെയധികം ക്ലാരിറ്റി ഉണ്ടോ നമ്മൾ സംസാരിക്കുന്ന ഇതില്? പിന്നെ അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൈലന്റ് ആയി പോകുന്നുണ്ടോ? ഇതൊക്കെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അതേപോലെ ലാംഗ്വേജ് യൂസ്ഡ്, ഏത് ഭാഷയിലാണ് അവർ ഭാഷ മീൻസ് ഇമോഷണൽ ലാംഗ്വേജ് ആണ്. അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്, എന്താണ് എന്നെ ആരും ശ്രദ്ധിക്കാറില്ല, എന്നെ ആരും നോക്കുന്നില്ല, ഞാൻ ആ ഒരു നിമിഷത്തിൽ ഞാൻ തകർന്നു പോയി, അല്ലെങ്കിൽ എനിക്കൊന്നിനും എന്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല എന്നൊക്കെ പറയുന്ന ഏത് ഭാഷയാണ് അവർ ഉപയോഗിക്കുന്നത്? ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ ആൾക്ക് ആങ്സൈറ്റി ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത്. ഇത് ഈ ഒരു 3 കാര്യത്തിലുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒബ്സർവേഷൻ പൂർണ്ണമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു 3 കാര്യത്തിൽ നമ്മൾ വരണം. അതുകൊണ്ടാണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടേം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് ആക്റ്റീവ് ലിസണിങ് ആണ്. അപ്പൊ നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നതാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും ഒന്നെന്താണ് ആ ഒരു ക്ലയന്റിനെ ആ നിമിഷത്തിൽ നമ്മളൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. അതില് കൗൺസിലർ എന്ന നിലയിൽ എന്താണ് ക്ലയന്റിന്റെ വാക്കുകളും ശരീരഭാഷയും പിന്നെ മുഴുവനായിട്ട് അതിന്റെ ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ് സാധാരണയായിട്ട്. ഇതിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട നമ്മൾ കേട്ട് പരിചയമുള്ള കാര്യങ്ങൾ അത് തന്നെയാണ്. ഒന്ന് നോൺ വെർബൽ റെസ്പോൺസസ്. അപ്പോ നോൺ വെർബൽ റെസ്പോൺസസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ് നേരത്തെ പറഞ്ഞ വളരെ ഡീപ്പായിട്ട് കഥകളും കാര്യങ്ങളും വിഷയങ്ങളും പറയുന്ന സമയത്ത് എന്താണ് നമുക്ക് അവിടെ എന്താണ് ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ സൈലന്റിന്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മള് ജസ്റ്റ് തല കുലുക്കുകയും അങ്ങോട്ടും തലയൊന്ന് ആട്ടുകയും കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഓക്കെ ഇങ്ങനെ ആയിക്കോട്ടെ സംസാരിച്ചോളൂ എന്നുള്ള രീതിയിൽ നോക്കുക. പിന്നെ അതേപോലെ കണ്ണിലേക്ക് കുറെ നേരം നോക്കി നിൽക്കുക എന്നുള്ളത് ബേസ് ആയിട്ട് എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ കണ്ടെത്തണം. സാധാരണ ഞാനൊക്കെ പൂർണ്ണമായിട്ടും ഒരു 50% നോക്കുക ആളെ കണ്ണിലേക്ക് നോക്കില്ല. പക്ഷെ എന്താണ് നെറ്റിയിൽ ഒരു പൊസിഷൻ ഉണ്ടാവും. സെൻട്രൽ ആയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കി നിൽക്കും കുറച്ചു നേരം. പിന്നെ എന്താണ് ഇങ്ങനെ ഡിപ്പെൻഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കും. കണ്ണിലും അങ്ങനെ. കാരണം അത് കണ്ണിൽ തന്നെ നോക്കുന്നപ്പോ നമുക്കൊരു എന്തോ ഒരു ഇതായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ക്ഷേമമായിരിക്കും. അപ്പൊ എന്താണ് നമുക്ക് ആ ഒരു സമയത്ത് എന്താണ് നമ്മൾ സംസാരത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു നോൺ വെർബൽ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു രീതിയൊക്കെയാണ്. പിന്നെ എൻകറേജസ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സംസാരിക്കുന്നത് ഓക്കെ നല്ലതാണ്, നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, ഇടയ്ക്കൊക്കെ എന്താണ് ഇടയ്ക്ക് നമുക്ക് എന്താ മാക്സിമം നമ്മൾ അവിടെ ആ ഒരു കേസിൽ നമ്മൾ പൂർണ്ണമായിട്ടും അവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു ചെറിയൊരു മൂളലോട് കൂടി, ചോദ്യങ്ങളായിട്ട് ചോദിക്കണമെന്നില്ല, ഒരു മൂളലായിട്ട് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ആക്സെപ്റ്റിംഗ് ആൻഡ് ആംപ്ലിഫൈങ് എന്ന് പറയുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കാം എന്നുള്ളതാണ്. അവിടെ ചില പ്രശ്നങ്ങൾ അവർ റിപ്പീറ്റഡ് ആയിട്ട് കാര്യം പറയുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ മുമ്പൊരു പ്രസന്റ്ലി പ്രോബ്ലം അവർ പറഞ്ഞു, ആ സമയത്ത് അവർ പറയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് അന്ന് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ നമുക്ക് പറയാം എന്താണ് നിങ്ങൾ അന്ന് ചെയ്തിട്ട് നല്ലൊരു കാര്യമാണല്ലോ, ആ ഒരു പ്രശ്നം നിങ്ങൾ ഉണ്ടായ സമയത്ത് നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ എന്താണ് ആ പ്രശ്നം പറഞ്ഞു കൊടുക്കുന്നത് തന്നെ അതിൽ നിന്നും എടുത്ത് എന്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് എന്താണ് ശരീരഭാഷ നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ വാക്കുകൾ എൺപതികൾ ഉപയോഗിക്കാം. പിന്നെന്താണ് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് വേണമെങ്കിൽ ഒരു തലോടൽ പോലെ അവരെ കൂടെ നിന്നിട്ട് ഒരു തലോടിയും കൊടുക്കാം. ഇതൊക്കെ എന്താണ് ആക്സെന്റിങ് ആൻഡ് ആംപ്ലിഫൈ എന്ന് പറയുന്ന തെറാപ്പിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതേപോലെയാണ് റിഫ്ലക്ഷൻ ഓഫ് കണ്ടന്റ് ആൻഡ് ഫീലിംഗ് എന്ന് പറയുന്നത്. ക്ലയന്റ് പറയുന്ന കാര്യങ്ങൾ അവരുടേതായ ഭാഷയിൽ തന്നെ നമുക്ക് എന്താണ് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരാൾ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങള് അപ്പൊ നമുക്ക് എന്താണ് നിങ്ങൾ ആ നിമിഷം നിങ്ങൾ ഒരുപാട് കാര്യങ്ങള് ജീവിതത്തില് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുല്ലേ, അപ്പോ നിങ്ങള് ആ സമയത്തൊക്കെ നിങ്ങൾ പിടിച്ചു നിന്നല്ലോ, അത് എനിക്ക് പൂർണ്ണമായിട്ട് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടും ആ സാഹചര്യത്തിൽ നിങ്ങൾ പിടിച്ചു നിന്നു. ആ ഒരു ഇമോഷനും ആ പ്രയാസങ്ങളെ തരണം ചെയ്ത് നിങ്ങൾ ഇവിടം വരെ എത്തി. നിങ്ങളെ സമ്മതിക്കണം. ഇതാണ് ഒരു റിഫ്ലക്ഷൻ കൊടുക്കുക എന്നുള്ളത്.
അവര് എന്താണ് നമ്മളോട് സങ്കടത്തോട് പറയാ, ആ സങ്കടത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതേപോലെ നമുക്ക് കിട്ടിയ നമ്മ ആ സങ്കടം കുറച്ചൊരു വ്യതിയാനം പോലും വ്യത്യാസം വരാതെ അതിലേക്ക് തിരിച്ചു കൊടുക്കുക. ഫീലിങ്സ് ആണ് നമ്മൾ ഇമോഷൻ. കാരണം നമുക്കത് മനസ്സിലായി എന്നുള്ള ഒരാള് കേൾക്കുക, അല്ലെങ്കിൽ അയാളെ നമ്മൾ പൂർണ്ണമായും കേട്ടു എന്നതിന് നമ്മുടെ ഫീലിങ്സ് അയാളെ അറിയിക്കുക എന്നുള്ളതാണ്. പിന്നെ നോക്കുന്ന സമയത്ത് അടുത്തത് മാച്ചിങ് ദ യങ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് പറയും. ചില സമയത്ത് നമ്മൾ അവിടെ കുട്ടികളായിരിക്കണം നല്ലതാണ്. ചില ക്ലയന്റിന്റെ മുമ്പിൽ അവരെ അവരെ ഒരു കുട്ടികളെ പോലെ പിന്നെ സംസാരിക്കാം. നിങ്ങൾക്ക് സംസാരിച്ചോളൂ, അല്ലെങ്കിൽ എന്താണ് നീ ഒരു വളരെ സ്നേഹത്തോട് കൂട്ടിയിട്ട് വേണമെങ്കിൽ അവരോട് സംസാരിക്കാം. അവിടെ ഇമോഷൻ നിങ്ങൾ കരഞ്ഞോളൂ. കരയുന്നത് ഏറ്റവും നല്ലതാണ്. ഉള്ളിലുള്ള കാര്യങ്ങൾക്ക് പുറത്തു വരാനും നിങ്ങളെ സങ്കടങ്ങളൊക്കെ എന്താണ് ഒന്ന് ഓപ്പൺ അപ്പ് ആവാൻ നല്ലതാണ്. പിന്നെ അവിടെ വേണമെങ്കിൽ എന്താണ് കുട്ടികളെ ചെറിയൊരു ചിരിയോട് കൂടി വേണമെങ്കിൽ നമുക്ക് അവരെ ആ സമയത്തൊന്ന് പിന്നെ ഹാൻഡിൽ ചെയ്യാം. ഇതൊക്കെ എന്താണ് നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് സ്വയമായിട്ടൊരു ലാംഗ്വേജ് കുട്ടികളെ പോലെ അവിടെ ആവുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. പിന്നെ സമ്മറൈസിങ്, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്, യഥാർത്ഥത്തിൽ നിങ്ങളെ പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് അനുഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മളൊരു സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഫൈനലി നോട്ടീസിങ് വാട്ട് ഈസ് എ മിസ്സിംഗ് എന്ന് പറയുമ്പോൾ ക്ലയന്റിന്റെ ചില കാര്യങ്ങൾ എന്തെങ്കിലും അവിടെ മിസ് ചെയ്തിട്ടുണ്ടോ, ചില വിഷമങ്ങൾ ചിലപ്പോൾ ആള് നേരത്തെ കുറച്ചെന്തെങ്കിലും പറഞ്ഞിട്ട് പെട്ടെന്ന് ആള് വേറൊരു വിഷയത്തിൽ വന്നിട്ടുണ്ടാവും. അവിടെ നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്ത സമയത്ത് നമുക്കൊരു വിഷമം തോന്നിയെന്ന് നമുക്ക് മനസ്സിലായി ആ പറഞ്ഞ കാര്യത്തിൽ. അപ്പോ അവിടെ ആ സമയത്ത് എന്താണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടോ, ഈ പറഞ്ഞതിൽ അപ്പുറമായിട്ട് എന്തെങ്കിലും വിഷയം നമ്മളോട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അല്ല ചില ആളുകളെ ഇതിൽ മെൻഷൻ ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടോ, നിങ്ങളെ പ്രശ്നത്തിന് കാരണം വേറെ ആരെങ്കിലും ഇതല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ. ഇതിലൊക്കെ ട്രോമ കേസുകളൊക്കെ നമ്മൾ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് കുറെയൊക്കെ ചോദിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ചോദ്യമായിട്ട് അവർക്ക് ഇട്ട് കൊടുത്താൽ എന്താണ് ആ ഒരു ട്രോമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ ഒന്ന് ഓർക്കാനും ആ നിമിഷത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് ശ്രദ്ധിച്ചാൽ കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി അടുത്തൊരു പിന്നെ മൈക്രോ സ്കില്ലാണ് ഗിവിംഗ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ക്ലയന്റിന്റെ യഥാർത്ഥത്തിൽ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ക്ലയന്റിന്റെ ഒരു പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലയന്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷൻസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് എന്താണ് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് ഗിവിംഗ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. കാരണം അവിടെ നിങ്ങളെ ഒരു ജീവിതത്തിൽ കഴിഞ്ഞ സെഷനിലെക്കാട്ടും കൂടുതലായിട്ട് മാറ്റങ്ങൾ ഇപ്പൊ ഉണ്ട്. നിങ്ങൾ നല്ലതായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, നമ്മളെ ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് നിങ്ങളെ മുഖത്ത് കാണാനുണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗിവിംഗ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ അവർക്ക് പ്രധാനമായിട്ടും ഒരു ധൈര്യം കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ് പ്രതികരിക്കാനുള്ള ഒരു അവസരങ്ങൾ. കാരണം പ്രത്യേകിച്ച് ഒരു MPD കേസുകളിലൊക്കെ വന്നിട്ടുള്ള ഒരു വിക്ടിം ആണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ആൾക്ക് റെസ്പോൺസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഏതൊരു കേസ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ആ കേസ് വന്നു കഴിഞ്ഞാലും ആളെ ഈ ഒരു NPDക്കെതിരെ ഒരു പ്രതികരിക്കാനുള്ള ഒരു മനോഭാവം നമ്മൾ അവിടെ ഉണ്ടാക്കി കൊടുക്കണം. അയാൾ തല്ലാൻ വരുന്ന സമയത്ത് എന്താണ് ജസ്റ്റ് ഒന്ന് പ്രതികരിക്കുക, ഇനി എന്നെ തല്ലാൻ പാടില്ല, കാരണം ഞാൻ എന്ത് തെറ്റുക ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത് എന്നിങ്ങനെ. അല്ലാണ്ട് തിരിച്ചു തല്ലാനുള്ളതല്ല, വടിയെടുത്ത് ഓടിക്കാനുള്ളതല്ല. വാക്കാൽ എന്താണ് ക്ലയന്റിന്റെ തുടക്കത്തിൽ തന്നെ ഒന്ന് പ്രതികരണ മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്ന ഇങ്ങനത്തെ കേസുകൾക്ക് നല്ലതാണ്. കാരണം അവരത് ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ സെഷൻ ഞാൻ അങ്ങനെ ചെയ്തു അത് നമ്മൾ അവിടെ പ്രശംസിക്കുക, നിങ്ങൾ ചെയ്ത് നല്ലതാണ്. അയാൾ ചിലപ്പോൾ ഇതുമൂലം അയാളുടെ ലൈഫിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. ഇനി അടുത്തത് ഗിവിംഗ് അഫർമേഷൻ എന്ന് പറയുമ്പോൾ അവിടെ അവര് പറയുന്ന അല്ലെങ്കിൽ അവര് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് വളരെയധികം മൂല്യവത്തായ കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ പറയും ഇതൊക്കെ സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, ഇതിനിപ്പോ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല. നിങ്ങൾ അനുഭവിച്ചതൊക്കെ പൂർണ്ണമായിട്ടും ഏറ്റവും വലുത് തന്നെയാണ്, സാധാരണമായിട്ടുള്ള കാര്യമല്ല. എങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് എന്ന സ്ഥാനത്ത് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എന്താണ് ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താണ് ഞാൻ മൂലം ചെയ്തു തരേണ്ടത്, ഒരു തെറാപ്പി സെഷൻ മൂലം നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു ജഡ്ജ്മെന്റ് അല്ലാത്ത രീതിയിൽ അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. അടുത്തത് ചിയർ ലീഡിങ് എന്ന് പറയുമ്പോൾ ക്ലയന്റിന്റെ ഒരു മുന്നേറ്റങ്ങളെ നമ്മൾ അഭിനന്ദിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് OCD കേസുകളിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എക്സ്പോഷർ കൊടുക്കുന്ന സമയത്ത് ആൾക്ക് കുറെയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അവിടെ ഈ പറഞ്ഞിട്ടുള്ള എൻകറേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവർ ഒന്ന് ചെയ്തു, എക്സ്പോഷർ ചെയ്തു,
അപ്പോൾ ആൾക്ക് ഒരു ആങ്സൈറ്റി കുറച്ച് കുറഞ്ഞു, ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള കമ്പൽഷൻ കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്താണ്, നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ട്, നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ നോർമലൈസിങ് ക്ലയന്റിന്റെ അനുഭവങ്ങൾ എന്താണ്, അവർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും പറയുന്നതിന് കൂടെ തന്നെ നമ്മുടെ അനുഭവങ്ങൾ കുറച്ച് അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ പറയാണ്, നിങ്ങളെ പോലെ ഒരു ക്ലയന്റ് എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നു, അയാൾക്ക് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് തെറാപ്പി സെഷനിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, അപ്പൊ എന്താണ്, അയാൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്, അതേപോലെ ഞാൻ നിങ്ങളിൽ മാറ്റങ്ങൾ കാണുന്നുണ്ട്. ആ രീതിയിൽ എന്താണ് നമ്മുടെ എക്സ്പീരിയൻസും ക്ലയന്റിന്റെ എക്സ്പീരിയൻസും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരേ രീതിയിൽ എന്താണ് സെഷനെ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ പിന്നെ അവര് ഒരു സമയത്ത് ഒരു ക്ലയന്റ് പറയാണ്, ഞാൻ വളരെ സെൻസിറ്റീവ് ആണ്, എനിക്ക് വല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പോ അവിടെ നമുക്ക് എന്താണ് ഒരു പോസിറ്റീവായിട്ട് അവർക്ക് കൊടുക്കുക, നിങ്ങൾ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് മറ്റുള്ള ആളുകളെ വികാരങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് നിങ്ങൾക്കുള്ള ഒരു ക്വാളിറ്റിയാണ്. അത് വേറെ ആർക്കും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാ ആളുകളുടെയും സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ഇമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് അത് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ സെൻസിറ്റീവ് ആണ് എന്ന് പറയുന്നത്. ആ രീതിയിലായിരിക്കണം റീഫ്രെയിമിംഗ് കൊടുക്കുക. പിന്നെ യൂസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ശേഷം എന്താണ് അതിന്റെ കൂടെ എന്തൊക്കെ ചില മാറ്റങ്ങൾ എന്താണ് അവരോട് ചോദിക്കുക. ഈ ഒരു തെറാപ്പിക്ക് നിങ്ങൾ എന്തിനാണ് വന്നിട്ടുള്ളത്, ഏത് രീതിയിലാണ് മാറ്റങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്, ഈ ഒരു തെറാപ്പിന്റെ കൂടെ അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന്റെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടോ, ആഡ് ഓൺ ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടോ, ഏതെങ്കിലും രീതിയിലാണ് നമുക്ക് മാറ്റങ്ങൾ വേണ്ടത് എന്നുള്ള രീതിയിലായിരിക്കണം എന്താണ് നമ്മൾ ഫീഡ്ബാക്ക് അവർക്ക് കൊടുക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ ക്ലയന്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ചിട്ടുള്ള വല്ല ഫീഡ്ബാക്ക് അല്ല അവിടെ ചോദിക്കേണ്ടത്. ഇനി അടുത്തത് യൂസ് ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക എന്നുള്ള, പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങൾ ചിലപ്പോൾ പല ബുദ്ധിമുട്ടും നമുക്ക് എന്താണ് കൗൺസിലിംഗ് സെഷനുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, വളരെയധികം ശ്രദ്ധാപൂർവം നമ്മൾ ചോദിക്കണം, വളരെ ഉദ്ദേശ്യം വേണം. കാരണം നമുക്കൊരു ധാരണ വേണം, ഞാൻ ചോദിക്കുന്നതിന് എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ആ ക്ലയന്റ് തരണം എന്നുള്ളത്. അതിൽ എന്താണ് ഇവിടെ റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കണം, സെൽഫ് അവയർനെസ് അവർക്ക് ഉണ്ടായിരിക്കണം, ഒരു ഇൻസൈറ്റും കൂടി നമുക്ക് എന്താണ് ഇതിൽ കൂടെ അവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. അതല്ലാതെ എന്താണ് ഒരു ഇന്ററോഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ജനറൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ജനറൽ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻടേക്ക് തന്നെയാണ് ക്ലയന്റിന്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കുക എന്നുള്ളത്. കാരണം അയാൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ള, ഏജ് എത്രയാണ്, പാരന്റ് സ്റ്റൈൽ എങ്ങനെയാണ്, അതായത് പ്രസന്റ്ലി പ്രോബ്ലം എന്താണ്, MSc റിപ്പോർട്ട് ഉണ്ടാകുന്നത് പോലെ പൂർണ്ണമായിട്ടും നമുക്ക് എന്താണ് ആ ചോദ്യങ്ങളുമായിട്ട് ഒരു സെഷൻ എടുക്കുന്നത്. പിന്നെ അടുത്തതാണ് യഥാർത്ഥം നമ്മൾ ക്വസ്റ്റ്യൻ ഹൈറ്റ് ഇൻ ദ ക്ലയന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്ലയന്റിനെ ഒരു സെൽഫ് അവയർനെസ്, അതായത് സ്വയം ബോധം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം എന്താണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അവിടെ ഈ ഒരു പ്രശ്നം വന്നപ്പോ നിങ്ങൾ ശാരീരികമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് അനുഭവിച്ചിട്ടുള്ളത്, അവിടെ സ്വയം അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ അവിടെ. അതായത് ഒരു പ്രശ്നം വന്ന സമയത്ത് ആ ശാരീരികമായ സങ്കടമാണോ അല്ലെങ്കിൽ ദേഷ്യമാണോ എന്താണ് ആ നിമിഷത്തിൽ അനുഭവിച്ചിട്ടുള്ളത് എന്ന് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കണം ഈ ഹൈറ്റ് ആൻഡ് ദ ക്ലയന്റ് എന്നവർ സ്വയം അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അതേപോലെയാണ് സർക്കുലർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റുള്ള ആളുകൾ ഇവരെങ്ങനെയാണ് കാണുന്നത്. ഈ ഒരു ചോദ്യം, നിങ്ങൾ ഈ ഒരു പ്രശ്നവുമായിട്ട് വീട്ടിലൊരു കുട്ടി വന്നു, കുട്ടീനെ ഭയങ്കരമായിട്ട് ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള ക്ലയന്റ് ആണ് നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ ആ കുട്ടീനോട് ചോദിക്കുക, വീട്ടില് അമ്മ എങ്ങനെയാണ് മോളോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സ് എങ്ങനെയാണ് മോളോട് പെരുമാറുന്നത്. ഈ ഒരു പെരുമാറ്റം ആളുകൾ, ഈ കുട്ടീന്റെ അറൗണ്ടിലുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ഒരു ക്ലയന്റിനോട് പെരുമാറുന്ന രീതി, അതാണ് സർക്കുലർ ക്വസ്റ്റ്യൻസിൽ വരേണ്ടത്. ഇപ്പോ ട്രാൻസിഷൻ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്തോ ഒരു വിഷയം വിട്ട് മറ്റൊന്നിലേക്ക്, അതായത് ഒരു കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആള് മറ്റൊന്നിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു പ്രയാസം നമ്മൾ അവിടെ നിർത്തുക. അപ്പോ അയാള് ഒരു പ്രശ്നം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫാമിലി ഇഷ്യൂസ് ആണ്, വീട്ടിലെന്നും പ്രശ്നങ്ങളാണ്, അടിപിടിയാന്നൊക്കെ പറയുന്നിടക്ക് അയാള് വിഷയം അവിടെ നിന്ന് സ്റ്റെപ്പ് ചെയ്ത് പറയാണ്, പണ്ട് എന്റെ വീട്ടിലും ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്, അല്ലെ എന്റെ ഫ്രണ്ടിനും ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ സ്റ്റോപ്പ് ചെയ്യുക നമ്മൾ. അവിടെ എന്താണ്, നിങ്ങൾ ഇപ്പൊ നിലവിൽ പറഞ്ഞ പ്രശ്നത്തിൽ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോവാം, ഈ ഒരു പ്രശ്നം നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട്, അവർ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണത എത്തിച്ച് മാത്രമാണ് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുക.
ഇതാണ് കാരണം. ആ സമയത്ത് അവരെങ്ങനെയാണ് നമ്മളോട് ഈ ഒരു റെസ്പോൺസ് ഉണ്ടാകുന്ന സമയത്ത് അവർ പറയും, എനിക്ക് അതിനെപ്പറ്റി കൂടുതലായി പറയാനില്ല, എനിക്ക് ഈ കാര്യങ്ങളാണ് കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ അവരോട് പറയാ, നിങ്ങൾ തൽക്കാലം അത് നിങ്ങളെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ, ഡെയിലി ലൈഫിൽ നിങ്ങളെ ബാധിക്കുന്ന കേസാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കത് സംസാരിക്കേണ്ട, ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അവിടെ ഒരു വാക്ക് തർക്കമല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ ക്ലയന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത്. പിന്നെ അതേപോലെ ചോയ്സ് ക്വസ്റ്റ്യൻ. കാരണം ചോയ്സ് ക്വസ്റ്റ്യൻ പിന്നെ ഇട്ടുവന്ന സമയത്ത് ഒരു പ്രശ്നങ്ങൾ വന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി, ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നോ? അല്ലെ നിങ്ങളെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു സപ്പോർട്ടീവ് ആയിട്ട് ആരൊക്കെയാണ് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രശ്നം നിങ്ങളെ ഫ്രണ്ട് സർക്കിളിൽ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒരു ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ് ഒരു ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഗുരു ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, അവർക്ക് ഉള്ളിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയാണ്. അപ്പൊ എന്താണ് അവിടെ എന്താ ചോദിക്കുക ഗുരു ക്വസ്റ്റ്യനിൽ, ഇപ്പൊ നിലവിൽ നിങ്ങൾ എന്ത് പ്രയാസമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, ഈ ഒരു കൗൺസിലിംഗ് സെഷനിൽ നിങ്ങൾ വന്നിട്ടുള്ളത് എന്തിനാണ്, എന്ത് പ്രശ്നം താൽക്കാലികമായിട്ട് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോ ഈ ഒരു കൗൺസിലിംഗ് എന്റെ മുമ്പിൽ വന്നിട്ടുള്ളത്. അത് റിലേറ്റഡ് ആയിട്ടായിരിക്കണം ഈ ഒരു ഗുരു ക്വസ്റ്റ്യൻ ഉണ്ടാവേണ്ടത്. കാരണം ഗുരു ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ട്രോമയും അബ്യൂസും ഒക്കെ ആണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സാധാരണ നമ്മൾ ചോദിക്കാൻ പാടില്ല. അത് ഉണ്ടാവും. ഈ ഒരു മൈക്രോ സ്കില്ലിൽ നിന്നും ഗുരു പൊതുവെ നമ്മൾ റിമൂവ് ചെയ്യാറുണ്ട്. മറ്റുള്ള കേസുകൾ എന്താണ് നമുക്ക് ഉപയോഗിക്കാം. കാരണം ആദ്യം ഇന്നർ ഹീൽ ചെയ്തിട്ട് അവരെ ഉള്ളിലുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ള പാറ്റേണിലേക്ക് പോവാറുള്ളൂ. തുടക്കത്തിൽ തന്നെ ഈ ഒരു ചോദ്യമൊക്കെ അയച്ചിരുന്ന ആൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം അയാൾക്ക് തോട്ട് എന്താ, എന്റെ യഥാർത്ഥത്തിൽ ഉള്ള പ്രശ്നമൊന്നും മനസ്സിലാക്കാതെ ആൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത് എന്നുള്ള ഒരു തോട്ട് ക്ലയന്റിന് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നോക്കുന്ന സമയത്ത് അടുത്തത് കാരിയർ ക്വസ്റ്റ്യൻ ആണ്. അവർക്ക് എന്താണ് അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ, സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ കരിയർ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് എന്താണ് ആവശ്യമുള്ളത്, അവരുടെ ജീവിതത്തിൽ എവിടെയാണ് അവർ തോറ്റുപോയിട്ടുള്ളത്, ഏത് മേഖലയിലാണ് ജോലിക്ക് അവർക്ക് എങ്ങനെയാണ് സപ്പോർട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന രീതിയാണ് ഈ ഒരു കരിയർ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി അടുത്തത് എക്സ്റ്റേണലൈസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് വരുമ്പോൾ അവരെ ഈ ഒരു പ്രശ്നത്തെ അവർ പറഞ്ഞിട്ടുള്ള കാര്യത്തെ എന്താണ് അയാളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ. കാരണം അവിടെ എന്താ പറയാ, ഈ ഒരു ഇപ്പൊ നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു മാനസിക വലിയ പ്രശ്നം, നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾ മാനസിക രോഗിയാണ് നിങ്ങൾ ഒരിക്കലും ധരിക്കാൻ പാടില്ല. ഇതൊരു ചെറിയൊരു മെന്റൽ ആയിട്ടുള്ള ചെറിയൊരു പ്രശ്നമാണ്. ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് നിങ്ങളെ ചിന്താഗതികൾ കാരണം, അല്ലെങ്കിൽ വേറൊരാൾ അയാളിൽ ഒരു കാരണം മാത്രം നിങ്ങൾക്ക് മനസ്സിനേറ്റിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്താണ് ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ചിട്ട് അത് റിലേറ്റഡ് ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നമുക്കിനി എന്താണ് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്, ഏത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്, പ്രശ്നത്തിൽ നിന്നും താൽക്കാലികമായിട്ട് അയാളെ വ്യതിചലിപ്പിക്കുന്ന ഒരു രീതിയാണ് എക്സ്റ്റേണലൈസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കുമ്പോൾ അടുത്തത് എക്സെപ്ഷൻ ആണ്. ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച്. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ എപ്പോഴെങ്കിലും ടെൻഷൻ ഇല്ലാത്ത സമയങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഒരു ആങ്സൈറ്റി നിങ്ങളെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈറാർക്കി ലിസ്റ്റ് ഉണ്ടാക്കാറില്ലേ? അപ്പൊ ഹൈറാർക്കി ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ് അവരോട് ചോദിക്കുന്ന സമയത്ത് അവര് ഡെയിലി ലൈഫിൽ ഏതൊക്കെ നിമിഷങ്ങളിലാണ് ഈ ഒരു പേടിയും കാര്യങ്ങളും ഉള്ളത്, എവിടേക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് ആരോട് സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നുന്നത്, അല്ലെങ്കിൽ എന്താണ് ആരുടെ സപ്പോർട്ട് ഇല്ലാത്ത സമയത്താണ് നിങ്ങൾ ഡിപ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ബോർഡർ ലൈൻ ആ ലെവലിലേക്ക് നിങ്ങൾ പോകുന്നത്. കാരണം അവർക്ക് ഈ ഒരു പ്രശ്നം ഏതൊക്കെ നിമിഷങ്ങളിലും ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് എക്സെപ്ഷനിൽ വരുന്നത്. ഇനി ഫൈനലി ഒരു മിറാക്കിൾ ക്വസ്റ്റ്യൻസ് ആണ്. മിറാക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നാളെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ആ തീർന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ എന്തായിരിക്കും, അല്ലെങ്കിൽ ആരോടായിരിക്കും നിങ്ങൾ ആദ്യം സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ആദ്യം ചെയ്യാൻ പറ്റും? ഒരു മിറാക്കിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെയധികം കൗൺസിൽസ് CBT ഉപയോഗിക്കുമ്പോൾ അങ്ങനെ അത് കുറെ അങ്ങോട്ട് ഫൈനൽ സ്റ്റേജിലൊക്കെ എത്തുമ്പോഴാണ് ക്ലയന്റിന് നിരന്തരമായി ജേർണൽ എഴുതിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തോട്ടിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ് ഈ ഒരു ചോദ്യങ്ങളൊക്കെ എഫക്ട് ചെയ്യുക. തുടക്കത്തിലൊന്നും മിറാക്കിൾ ചോദ്യങ്ങളൊന്നും ആർക്കും എഫക്ട് ചെയ്യില്ല.
ആ രീതിയിൽ കുറച്ച് അത്ഭുതകരമായിട്ടുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക. നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ആ പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ആരോടൊക്കെ കൂടുതലായി റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇതിൽ വരുന്നത്. പിന്നെ ഗോൾ ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് ജീവിതത്തിൽ എന്തൊക്കെയാണ്, നീ എന്താണ്, ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണം, നിന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഈ ഒരു കൗൺസിലിംഗ് സെഷൻ കൊണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾക്ക് വേണ്ടത്, പിന്നെ അതേപോലെ ഈ ഒരു തെറാപ്പിസ്റ്റ് ഞാൻ മൂലം നിങ്ങൾക്ക് എന്തൊക്കെ സഹായങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വേണം, എത്ര സെഷന് ഞാൻ നിങ്ങൾക്ക് തരണം, പിന്നെ ആ ഒരു സെഷന് അടക്കാനുള്ള ഫീസ് നിങ്ങൾക്ക് ഇതിൽ പിന്നെ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുമോ, ഇത്രയാണ് ഞാൻ ഫീസ്, ഇനിയിപ്പോ ആ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറെ അധികം മാറ്റങ്ങൾ ഉണ്ടാക്കി തരാം എന്നുള്ള രീതിയിൽ എന്താണ് അവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ഇനി ഫൈനലി നോക്കുമ്പോൾ സ്കെയിലിംഗ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ നമ്മൾ സ്കെയിലിംഗ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊക്കെ അറിയാം, ജസ്റ്റ് ഒരു ലൈന് വരച്ചു കൊടുത്തിട്ട് 0 to 10 വരെ എന്താണ് അവിടെ നമ്മൾ എഴുതും. എന്നിട്ട് എന്താണ് 0 ആണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, 5 വരെ 0 മുതൽ 3 വരെയാണെങ്കിൽ എന്റെ ആങ്സൈറ്റി നോർമൽ ആണ്, എന്റെ പ്രശ്നങ്ങളൊക്കെ നോർമൽ ആണ്. അതിന്റെ മുകളിലാണെങ്കിൽ എന്താണ് മൈൽഡ് ആണ്, മോഡറേറ്റ് ആണ്. പിന്നെ എന്താണ് 5 എന്താണ് 5 നമ്മൾ എഴുതുന്ന സമയത്ത് അയാൾക്ക് എന്താണ് കുറച്ച് പ്രശ്നങ്ങളായിട്ട് മോഡറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ എന്താണ് അവരോട് ചോദിക്കുക, ഈ 5 നിന്നുള്ള ഈ ഒരു സ്കെയിലിലെ സ്കോർ നമുക്ക് എങ്ങനെയാണ് 4 മാറ്റുക എന്നുള്ളത്. അതായത് ഇപ്പൊ നിലവിലുള്ള ആങ്സൈറ്റി എങ്ങനെയാണ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് അവരോട് തന്നെ സ്വയമായിട്ട് ചോദിക്കുന്ന ഇതാണ് സ്കെയിലിംഗ് ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പൊ ഈ ഒരു സ്കെയിലിംഗ് നമ്മൾ പൊതുവെ അവർക്ക് വീട്ടിൽ നിന്ന് ഒരു ആക്ടിവിറ്റീസ് ആയിട്ട് കൊടുക്കാറുണ്ട്. സാധാരണ ഒരു ആങ്സൈറ്റിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഈ സ്കീമ പോലെയുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ടെങ്കിൽ അവരോട് പറയും, ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഓരോ ദിവസം നിങ്ങൾ എക്സ്പോഷർ ആണ് ഉപയോഗിക്കണമെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് എവിടെയാണ് ഏതൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു വിഷമങ്ങളുടെ ഒരു കുറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് സ്കെയിലിംഗ് ക്വസ്റ്റ്യൻസ്. ഇതെന്താണ് നമുക്ക് ഓരോ സെഷനിലും വേണമെങ്കിൽ എന്താണ് അവർക്ക് വരച്ച് വീട്ടിൽ നിന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ സെഷനിലും നമ്മൾ എന്താണ് ഇത് വരച്ച് ചെയ്ത് കൊടുത്താൽ അവർക്ക് കുറെ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഫൈനലി നോക്കുമ്പോൾ മറ്റൊരു ഇതാണ് ചലഞ്ചിങ് ആണ്. അടുത്തൊരു പിന്നെ ഒരു ബേസിക് ആയിട്ടുള്ള മൈക്രോ സ്കില്ലാണ് ചലഞ്ചിങ് എന്ന് പറയുന്നത്. ചലഞ്ചിങ് എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസങ്ങൾ, പലതരത്തിലുള്ള വിശ്വാസങ്ങളുമായിട്ടായിരിക്കും നമ്മളടുത്ത് വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പലതരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവും, തെറ്റായിട്ടുള്ള ധാരണകൾ ഉണ്ടാവും, അവോയ്ഡൻസുകൾ ഉണ്ടാവും. പിന്നെ ക്ലയന്റിന്റെ ആ ഒരു നേരത്തെ പറഞ്ഞ ഒരു ലൈഫിൽ എവിടെയോ ഒരു സ്റ്റെക്കായി പോയിട്ടുള്ള ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവും. ഇതൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കി അതിനെ ചലഞ്ച് ചെയ്യാൻ എന്ന് പറയുക എന്നുള്ളതാണ്. അപ്പൊ ഒരാൾ പറയാണ്, എനിക്ക് എപ്പോഴും പേടിയാണ്, പുറത്തിറങ്ങാൻ പേടിയാണ്, ആളുകളിലേക്ക് പോകാൻ പേടിയാണ്, സംസാരിക്കാൻ കഴിയുന്നില്ല, ഒരു സ്റ്റേജിൽ കയറുന്നില്ല, പിന്നെ എന്റെ കുട്ടിയോട് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോ അവിടെ എന്താണ്, അവിടെ ഈ ഒരു എങ്കിൽ പോലും എന്താണ് നമ്മൾ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്, നിങ്ങൾ ഈ ഒരു പേടി ഉണ്ടായിട്ടും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അല്ലെങ്കിലും എന്തൊക്കെ സേഫ്റ്റി ബിഹേവിയർ ആണ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ എന്താണ് ഞാനിങ്ങനെ പോകുന്നുണ്ട്, എനിക്കൊരു ആങ്സൈറ്റി ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ സ്ഥലത്തൊക്കെ പോവാറുണ്ട്. അത് നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യുക, അത് ചലഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തൊക്കെ നിങ്ങൾ പോകുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. നമുക്ക് എന്താണ് പതിയെ എന്താണ് ഇത് മാറ്റിയത്. കാരണം നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് അവരെ ഗ്രോത്ത് ആയിരിക്കണം. നിലവിലുണ്ടാവുന്ന പ്രശ്നം അവർ എന്താണ് അവർ സ്വയം മാറ്റം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിനൊന്ന് എൻകറേജ് ചെയ്ത് അതിനെ കൂടുതലാക്കുക എന്നല്ലാണ്ട് കുറച്ചുകൊണ്ട് നിലവിൽ അതന്നെ മതി എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല. നമ്മുടെ എന്തെങ്കിലും വകുപ്പായിട്ട് കുറച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് കൊടുക്കണം. പിന്നെ ഇൻസ്ട്രക്ഷൻസ്, അടുത്തൊരു മൈക്രോ സ്കില്ലാണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്ലയന്റിനോട് ചെയ്യാൻ പറയുക എന്നുള്ളതാണ്. ആക്ടിവിറ്റി, റിലാക്സേഷന്. അപ്പോ റിലാക്സേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നാളെ മുതൽ ഡെയിലി 2 പ്രാവശ്യം ഒരു ബ്രീത്തിങ് എക്സസൈസ് എടുക്കണം, അത് നിർബന്ധമായിട്ട് തന്നെ വേണം. കാരണം എന്താണ്, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറെയൊക്കെ നിങ്ങൾക്ക് ആശ്വാസം, അതൊരു ഇൻസ്ട്രക്ഷൻ ആണ്, നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അവരോട് പറയുന്നതാണ്. അപ്പോ ചില ക്ലയന്റ് പറയാണ് ഒരു ദിവസം ചെയ്തു പിറ്റേത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ അവിടെ എന്താണ് നമുക്കൊരു അവർക്ക് താഴ്ന്ന രീതിയിലായി കൊടുക്കുക, അവരെ കൊണ്ട് നിർബന്ധിച്ച് വീണ്ടും അത് ചെയ്യിക്കാൻ പറയുന്ന രീതിയായിരിക്കണം. പിന്നെ ബീയിങ് ഡയറക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് എവിഡൻസ് ബേസ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നതെല്ലാം. നമ്മൾ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് റിയൽ ആയിട്ട് അത് തോന്നണം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പ്രശ്നബാധിത മേഖലയിൽ കൂടെ നമ്മൾ ഒരു ആക്ടിവിറ്റി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സ് തോന്നണം, ഇത് റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്റെ ജീവിതത്തിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ. ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്താൽ അയാൾക്ക് തോന്നണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം അയാൾ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള
കാര്യങ്ങളൊക്കെ തന്നെയാണ് അയാളെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും അതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡയറക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അവിടെ കൊടുക്കുക. പിന്നെ അതേപോലെ ഫൈനലി നോക്കുന്ന സമയത്ത് ഹ്യൂമർ. ചില സമയത്ത് എന്താണ് നമ്മുടെ റിലേഷൻഷിപ്പ് ആ റാപ്പോ ബിൽഡപ്പ് ഒക്കെ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിരി വേണമെങ്കിൽ നമുക്ക് ഈ പ്രശ്നത്തിന്റെ സംസാരിച്ചുകൊണ്ടെടുക്കാം. അപ്പോ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കത്ത് തന്നെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ പിന്നെ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിലൊക്കെ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം, പേടിക്കേണ്ട എന്നുള്ള നമുക്കൊരു ചെറിയൊരു പുഞ്ചിരിയൊക്കെ ആയിട്ട് വേണം അവരോട് സംസാരിക്കാം. ഇത് അല്ലാണ്ട് അവരെ പോയിട്ട് ഉറക്കനെ ചിരിക്കുക ഒരു തമാശ രൂപത്തിലാവരുത്, ഒരു ചിരി വരുത്തി എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ഹ്യൂമർ അവിടെ ഉണ്ടാവേണ്ടത്. പിന്നെ ഏറ്റവും വലുതായിട്ട് ഏറ്റവും ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് മൈക്രോ സ്കില്ലിൽ ഉപയോഗിക്കുന്നത് എക്ലറ്റിക് അപ്രോച്ച് ആണ്. സിറ്റുവേഷൻ ബേസ്ഡ് ആയിരിക്കണം. നമ്മൾ ഫൈനലി നോക്കുമ്പോൾ ഒരൊറ്റ ടെക്നിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്ലറ്റിക് അപ്രോച്ച് എന്ന് പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ മുമ്പിലിരിക്കുന്ന ക്ലയന്റ് എന്താണോ നമ്മളെ മുമ്പിൽ ആഗ്രഹിക്കുന്നത്, അല്ലെ അതേപോലെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് തോന്നുന്നത്, ആ ഒരു സിറ്റുവേഷൻ ബേസ് ആയിരിക്കണം നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പോണ ഒരു സെഷനോ 2 സെഷനോ ഒക്കെ. പിന്നീട് വ്യക്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഒക്കെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്ക് നല്ല രീതിയിൽ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാം. അപ്പോ നമുക്ക് ജസ്റ്റ് ഒരു 2-3 പേരൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു 3 പേര് ക്ലയന്റ് ആവുക, ഒരാള് ഒരു തെറാപ്പിസ്റ്റ് ആവുക, ഒരാള് ഒരു ഒബ്സർവർ ആവുക. ആരെങ്കിലും വരാൻ പറ്റുമോ? Yes, sir. യെസ്, ഞാനും വരാം. കേൾക്കാത്തതാണോ? ഹലോ. ഹലോ, വാട്ട് ഹാപ്പൻ? ഒന്നും നോ കേൾക്കുന്നില്ല. സൗണ്ട്. സാറ് പുറത്തു പോയെന്ന് തോന്നുന്നല്ലേ? ആണോ? ഒന്നും കേൾക്കുന്നില്ലല്ലോ. വേറൊന്നും കാണുന്നില്ലല്ലോ. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എങ്ങനെ? വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് മെസ്സേജ് ആ അയച്ചിട്ടുണ്ട്. ഓക്കെ.
ഹലോ, ഇവിടെ കറണ്ട് പോയതാട്ടോ, സോറി. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം സാർ. കേൾക്കാം കാരണം കേൾക്കാം കാണുന്നില്ലെന്ന് ആ പറയുമായിരുന്നു. ആ ആ ഓക്കെ. അപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താലോ? ഒരു ഓക്കെ സാർ. കാര്യങ്ങൾ ആരൊക്കെ 3 വരുമോ? ഒരു ക്ലയന്റ് ആവുക, ഒരാൾ ഒരു തെറാപ്പിസ്റ്റ് ആവുക, ഒരാൾ ഒബ്സർവർ ആവുക. ഒബ്സർവർ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ക്ലയന്റ് സെഷനിൽ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്കൂൾ കൗൺസിലറുടെ ഇടയിൽ ഉപയോഗിക്കുമ്പോൾ ഒബ്സർവർ നല്ലതാണ്. ക്ലയന്റ് എന്താണ് പറയുന്നത്, അതേപോലെ തെറാപ്പിസ്റ്റ് എന്താണ് ക്ലയന്റിന് പറഞ്ഞു കൊടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഒബ്സർവറിന് മനസ്സിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു തെറാപ്പിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ ഈ ഒബ്സർവർക്ക് കഴിയുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു ടെക്നിക്ക് നമുക്ക് എങ്ങനെയാണ് അതിൽ എംപതറ്റിക് എങ്ങനെയാണ് വരിക എന്നുള്ള അറിയാം. ഞാൻ ഒബ്സർവർ ആവാം. ഞാൻ ക്ലയന്റ് അപ്പോ ഒരു തെറാപ്പിസ്റ്റ് കൂടി വരണം. തെറ്റിയാലും പ്രശ്നമില്ല, ധൈര്യത്തോടെ മുന്നോട്ട് വന്നോളൂ. ഞാൻ വരാം. ഇന്ദിരമ്മ വന്നു. ജസ്റ്റ് വന്നവരൊന്ന് വീഡിയോയിൽ ഒന്ന് ഓൺ ആക്കാൻ പറ്റുന്നെങ്കിൽ വീഡിയോയിൽ വരിക കേട്ടോ. ഓക്കെ. അപ്പോ ക്ലയന്റ് ആരായിരുന്നു? ഞാൻ ഈ ക്ലാസ് മുഴുവൻ കേൾക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്, എന്നാലും എനിക്ക് പറ്റുന്ന മാതിരി ചെയ്യാം. അത് സാരില്ല. ഓക്കെ. അപ്പോ ഇവിടെ ആരെങ്കിലും ഷഹനാസ ക്ലയന്റ് എന്ന് പറഞ്ഞത്? അപ്പോ ഇനി പറഞ്ഞോളൂ. ചെറിയൊരു പ്രശ്നം നിങ്ങളെ ലൈഫിൽ തന്നെ ബുദ്ധിമുട്ടല്ല, നിങ്ങളെ നിലവിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലയന്റിന്റെ ഒരു ഡീറ്റെയിൽസ് പറയാം, എന്തൊക്കെയാണ്. ഇതിലൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള തെറാപ്പിസ്റ്റിന്റെ ശ്രദ്ധ വരേണ്ടത് ഒന്ന് ഈ ഒരു മൈക്രോ സ്കില്ലുകൾ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കുറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ്, ബേസിക് ആയിട്ട് സ്കില്ലുകൾ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. ഒന്ന് അത് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും പറഞ്ഞു തുടങ്ങിക്കോളൂ. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റഡ് ആയി നോക്കാം. ഷാനാസ് പറഞ്ഞോളൂ. എന്ത് ഇൻസിഡന്റ് ആണ് പറയേണ്ടത്? ഇൻസിഡൻസ് എന്തും പറയാം. നിങ്ങളെ മുമ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഹാൻഡിൽ ചെയ്ത ഏതോ കേസോ, അല്ലെങ്കിൽ സ്വയമായിട്ടൊരു ക്രിയേറ്റിവിറ്റി എന്തൊരു കേസ് പറയാം. എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, ഞാനെല്ലാം സാധാരണ ഒരു സെഷനിൽ ഉപയോഗിക്കാവുന്നത് പോലെ. നിങ്ങൾ ഒരു സെഷനിൽ നിങ്ങൾ പോവുകയാണ്, ഒരു കൗൺസിലർ അടുത്ത് പോവുകയാണ്, ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി പറയാൻ വേണ്ടി. അപ്പൊ അത് പറയാം. എനിക്ക് വളരെ ഹൈറ്റ് അതേപോലെ ഫ്ലൈറ്റ് വളരെ പേടിയാണ്. ഹലോ, എന്താണ് ഒന്നും കൂടി പറയൂ, കേട്ടില്ല. ഫ്ലൈറ്റ്. ഓക്കെ. വളരെ പേടിയാണ്. അപ്പോ അത് ഹാൻഡിൽ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഹലോ, മാം ചോദിച്ചോളൂ. ഡീറ്റെയിൽസ് ജസ്റ്റ് ഒരു 5 minutes കൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചോളൂ. എവിടെയാണ് ഡീറ്റെയിൽസ്, എവിടെ നിന്നാണ് വരുന്നത്, പേഴ്സണൽ ഡീറ്റെയിൽ ഇൻടേക്കിൽ ഫസ്റ്റ്. ഓക്കെ. എവിടെയാണ് വീട്? എവിടെയാ? ഞാന് സെറ്റിൽഡ് UAE ആണ്. പക്ഷെ ഒരു 20 years ആയിട്ട് ട്രാവലിംഗ് ഉണ്ട്. പക്ഷെ എന്നാലും ഫ്ലൈറ്റ് ഭയങ്കര പേടിയാണ്. എത്ര വന്നാലും നമുക്ക് അത് ഭയങ്കര പേടിയാണ്. പിന്നെ ഇപ്പോ റീസെന്റ് ഇൻസിഡൻസ് വരുന്തോറും പേടി കൂടി എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ MA സൈക്കോളജി ചെയ്തോണ്ടിരിക്കും. MA സൈക്കോളജി. ഓക്കെ. എനിക്കൊരു കുറച്ച് പ്രോബ്ലം ഉണ്ട്, ഞാനൊന്ന് ഇതിലേക്ക് പോവാണ്. ജസ്റ്റ് എ മിനിറ്റ്. MA സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ശരി. ഈ ട്രാവൽ ചെയ്യണത് എത്ര കൊല്ലമായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്? ഓൾമോസ്റ്റ് 20 years. 20 years ഫ്രം ദ ബിഗിനിങ് അതുപോലെ തന്നെയാണോ? അല്ല, അതിന് കുറച്ച് മാറ്റങ്ങൾ? ആഫ്റ്റർ ടേക്കിംഗ് ഇപ്പൊ സൈക്കോളജി കണക്റ്റഡ് ആയിട്ട് പറയാൻ പറ്റുമോ? ഞാൻ സൈക്കോളജി തുടങ്ങിയതിന് ശേഷം ഐ ക്യാൻ ഹാൻഡിൽ ലിറ്റിൽ ബിറ്റ്.
പക്ഷെ അതുവരെ ടർബുലൻസ് ഒക്കെ വന്ന ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടും. ഒരു പാനിക് അറ്റാക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് പോകും. അത് വിചാരിക്കുമ്പോ തന്നെ ഉണ്ടോ, അല്ല കേറാൻ പോകുമ്പോ മാത്രമാണോ തോന്നുന്നത്? കേറാൻ പോകുമ്പോ നമുക്ക് അത് എന്താ പറയാ, ഭയങ്കര ടെൻഷൻ കാരണം ഒരു ഭയങ്കര കൈയൊക്കെ വിയർക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ വരാം കേറാൻ പോകുമ്പോ. പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോ ശരിയാവണുണ്ട്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ടർബുലൻസ് വരുമ്പോ മാത്രമേ ഉള്ളൂ വലിയ പ്രശ്നം. If it is quiet travel, it's okay. ശരി, ഓക്കെ. സാർ പറഞ്ഞോളൂ. അപ്പൊ ഇതില് ഒബ്സർവർ എവിടെ? ഒബ്സർവർ എടുത്തെ എന്തൊക്കെയാണ് ഒബ്സർവർ ആയി കണ്ടിട്ടുള്ളത്? പറയൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അതൊരു പ്രോബ്ലം ആണല്ലോ പറഞ്ഞതല്ലേ, പൊതുവായിട്ടുള്ളൊരു പ്രോബ്ലം ആണെന്ന്. അപ്പൊ അത് സോൾവ് ചെയ്യാനായിട്ട് കേൾക്കുന്നില്ല. ഇല്ല, ഞാൻ ഓക്കെ. ഈശ്വരന്റെ മൈക്ക് ഓഫ് ആണ് കേട്ടോ. അവരുടെ മൈക്ക് ഓഫ് ആണ്. ഒരു മിനിറ്റ് പറയാം. ഓക്കെ. സോറി സാർ, ഓക്കെ. ക്ഷമിക്കണം കേട്ടോ. ഇപ്പൊ എന്താ പറയാ, എനിക്കത് എന്താ പറയണ്ടെന്നൊരു ഡൗട്ടും ഉണ്ട് കേട്ടോ. ഡൗട്ട് വേണ്ട, തോന്നിയത് എന്താണ് പറയാം. ഇവര് തമ്മിലുള്ള സംസാരത്തിൽ എന്താണ് തോന്നിയെന്നല്ലേ പറയണ്ടേ? അതെ. അപ്പൊ ഒരു ജെന്യുവൻ കേസാണ് എന്താണേലും അല്ലേ? അപ്പൊ അതിന്റെ ചൈൽഡ് ചെറുപ്പത്തിലെ കാലത്തിലോട്ടൊക്കെ ഒന്ന് ചോദിക്കുവാണെങ്കിൽ അതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു, ചെറുപ്പം എങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ ഒന്ന് കുറച്ച് പാസ്റ്റ് ലൈഫിലോട്ടൊക്കെ ഒന്ന് ഓർമ്മ, എത്ര വയസ്സിലൊക്കെ അങ്ങനെ തുടങ്ങിയേ, അങ്ങനെയൊക്കെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി എടുക്കാണ് നല്ലതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അല്ലേ? എന്തെങ്കിലും ഒരു കാരണമുണ്ടോ, അങ്ങനെ ഓർമ്മയുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ എന്നൊക്കെ അല്ലേ? അങ്ങനെ എനിക്ക് തോന്നി കേട്ടോ. അതങ്ങനെ ചോദിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. അപ്പൊ അതിൽ നിന്ന് നമുക്കത് എടുക്കാലോ. എന്താ നല്ലൊരു ഒബ്സർവർ ആണ്. ഇനിയിപ്പോ നമുക്ക് തെറാപ്പിസ്റ്റിന്റെ അടുത്തേക്കാണ് മെയിൻ ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഒബ്സർവേഷൻ എങ്ങനെയാണ്? ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? അവരുടെ ബോഡി ലാംഗ്വേജ് ഒബ്സർവേറ്റർ നല്ല ഒരു ഒബ്സർവേറ്റർ ആണ്. ശരിക്കും പറഞ്ഞാ അവര് പറയുമ്പോ എനിക്കും തോന്നിയത് ശരിയാണ്, ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിരുന്നു, കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. പിന്നെ ആ ബോഡി ലാംഗ്വേജ് ഓൾസോ എനിക്ക് അത്രയ്ക്കൊന്നും പറയാൻ അറിയുന്നില്ല. അതെ, ഇപ്പൊ നല്ല പ്രാക്ടിക്കൽ ലെവൽ ആകുമ്പോ സ്ട്രോങ് ആയിരുന്നു. അതെ. ഇതില് നമുക്ക് ആക്റ്റീവ് ലിസണിങ് എന്നുള്ളതിന് കൊടുക്കാനുള്ള സമയമായിട്ടില്ല, കുറഞ്ഞ സമയം ആയിരുന്നല്ലോ. എങ്കിൽ പോലും ആക്റ്റീവ് ലിസണിന്റെ ഒരു എക്സ്പ്രഷൻ എനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. മാമിന്റെ ആ ഒരു മുഖത്തുണ്ടാകുന്ന ഒരു ചെറിയൊരു ഹാപ്പിനെസ്, ഒരു മിന്നി മറിഞ്ഞതുപോലെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കൊരു ഹ്യൂമർ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, അത് മാമിന്റെ മുഖത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഒബ്സർവർ ശ്രദ്ധിക്കേണ്ട കാര്യാട്ടോ. കാരണം നിങ്ങളൊരു കൗൺസിലിംഗ് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സ്കൂൾ കുട്ടി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ടീച്ചർ മുമ്പിൽ നിങ്ങൾ അടുത്ത് നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് ടീച്ചർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ തെറാപ്പിസ്റ്റിന്റെ മുഖത്ത് എങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്, തെറാപ്പിസ്റ്റിന്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, ഏതൊക്കെ ചോദ്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഇന്ന ചോദ്യങ്ങൾ നല്ലതാണ്, അതൊക്കെ നല്ലതാണ്, അതൊക്കെ ചോദ്യങ്ങളൊക്കെ വേണമെന്നല്ല. അതിന് ഒരു സമയം
ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ഇല്ലല്ലോ, തുടങ്ങിയല്ലോ. നമുക്ക് ആയിട്ടില്ല. സമയം അതെ തുടങ്ങിയിട്ടില്ലല്ലോ, ചെറിയ ആ. സമയമായിട്ടല്ലോ. അത് ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇതില് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും മാമിന് തോന്നിയോ? മുഖഭാവത്ത് എന്തെങ്കിലും, മുഖഭാവം, ശരീരഭാഗം, അവർ പറയുന്ന സമയത്ത് എക്സ്ട്രാ ഒരു ഫീലിങ്സ് നോൺ വെർബൽ. ആ പിന്നെ ഇന്ദിര മാമിന്റെ നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര നല്ല പ്ലസന്റ് ആയിട്ട് മുഖം ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര താല്പര്യത്തോടെയും അങ്ങനെ ഒരു ഇത് തോന്നി. പിന്നെ ഷഹനാസ് മാമിനാണെങ്കിൽ ഭയങ്കര പ്രതീക്ഷയോടെ ഇപ്പൊ സൈക്കോളജിക്കൽ ലെവലിൽ അത് അറിയാനും അതേസമയം സ്വന്തം ഒരു അതെ പ്രോബ്ലം ആണല്ലോ അല്ലേ, അപ്പൊ അതൊന്ന് സോൾവ് ചെയ്യാനുള്ള വലിയൊരു ആഗ്രഹം എല്ലാമാണ് അതിനകത്ത് എനിക്ക് തോന്നിയത്. അതെ അതെ. ഏതായാലും നമുക്ക് നല്ലൊരു സമയമുള്ള സമയത്ത് ഒരു പ്രാക്ടിക്കൽ 10-15 മിനിറ്റ് ഒക്കെ എടുത്ത് നമുക്ക് ചെയ്യാം. പിന്നെ ഇത് ഫാത്തിമത്ത് പറഞ്ഞതുപോലെ ഐ മൂവ്മെന്റ് എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നിയിട്ടുള്ള ഷാനാസിന്റെ രണ്ട് ഐയും രണ്ടും ഡൗൺ ആയിരുന്നു. കാരണം ആള് ആ താഴോട്ട് നോക്കിക്കായിരുന്നു, ഫേസിലേക്ക് നോക്കിയിട്ടില്ല. പറയുന്ന സമയത്ത് രണ്ടും ഫാത്തിമ അവിടെ താങ്ക് യു ശ്രദ്ധിച്ചതില്. പിന്നെ അതേപോലെ ഐ രണ്ടു പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചിട്ടില്ല, ആരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോന്നില്ല. ആ ഒരു തെറാപ്പി സെഷനിൽ പൂർണ്ണമായിട്ട് ആള് ഇവിടെ ഉണ്ട്, പക്ഷെ കണ്ണുകൾ എന്താണ് താഴോട്ടാണ്. അതെനിക്ക് പിന്നെ തോന്നി ക്യാമറയിലോട്ട് നോക്കിയതാണോ അല്ലെങ്കിൽ അങ്ങനെ അതായിരിക്കും ആയിരിക്കാം, ആകെ അതായിരിക്കും ക്യാമറ. ക്യാമറയിലേക്ക് നോക്കിയതായി. ക്യാമറയിലേക്ക് അതെ. നോക്കിയായിരിക്കും. പക്ഷെ നമ്മളിവിടെ രോഗിയല്ലല്ലോ ഷാനാസ്, നമ്മളിവിടെ അഭിനയിപ്പിക്കല്ലേ, പ്രാക്ടിക്കലായി കൊടുക്കല്ലേ. സാർ ഇതിന്റെ അത് ഒരു ഷാന ജെനുവിൻ എന്റെ ഒരു ജെനുവിൻ ജെനുവിൻ അതെ സിറ്റുവേഷൻ ജെനുവിൻ ആണ്. കേസാണത്, ജെനുവിൻ പക്ഷെ കേസാണ്. അതെ അതെ. ഞാൻ തന്നെ അതിനുള്ളൊരു പോംവഴി കണ്ടുവച്ചിട്ടുള്ള എന്താന്ന് വെച്ചാൽ അടുത്തുള്ള ആളുകളായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കുറെ റിലാക്സേഷൻ കിട്ടുന്നുണ്ട് എന്നാണ് എനിക്കിപ്പോ മനസ്സിലായിട്ടുള്ളത്. നമുക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിലും കയറി സംസാരിക്കുക, അവരായിട്ട് സംസാരിക്കുക, കുറച്ചു നേരം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഇതൊക്കെയാണ് ഞാന് ഈ സിറ്റുവേഷൻ സ്വയം ഹാൻഡിൽ ചെയ്യാറ്. പക്ഷെ എനിക്ക് ഇടക്കിടക്ക് ഇപ്പൊ ഇഗ്നോ എക്സാംസ് കാര്യങ്ങളും ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇടക്കിടക്ക് വരേണ്ടി വരും. അപ്പൊ ഈ ഇഷ്യൂസ് ഫേസ് ചെയ്ത് പറ്റുള്ളൂ. ഒറ്റക്കും വരേണ്ടി വരും, കുട്ടികളായിട്ടും വരേണ്ടി വരും. കുട്ടികളായിട്ട് വരുമ്പോഴാണ് എനിക്ക് ടെൻഷൻ കൂടുതൽ. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, പിന്നെ നിങ്ങൾ അവിടെ നമ്മൾ പ്രോഗ്രസ് റിവാല്യൂ ചെയ്യുക എന്നുള്ള, പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ള. ഓരോ യാത്രകൾ നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് സ്വയമായിട്ടൊന്ന് വാലിഡേഷൻ ചെയ്യുക. നമ്മൾ സാധാരണ ജേണൽ എഴുതി കഴിഞ്ഞാൽ ക്ലയന്റിന് കൊടുക്കാറില്ലേ, പിന്നെ വാലിഡേഷൻ പറഞ്ഞിട്ടുള്ള ഒരു ഇത്, റീവാലുവേഷൻ പറഞ്ഞ് ഇവാലുവേഷൻ ഷീറ്റ് എന്ന് പറ. അതേപോലെ ഒരു യാത്ര കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഫീലിങ്സും സേഫ്റ്റി ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒരു പേപ്പർ പോലെ നിങ്ങൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പ്രോഗ്രസ് കിട്ടുന്ന സമയത്ത് ഏറ്റവും അടിയിൽ ഒരു സ്കെയിലും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്കെയിലും വരയ്ക്കുക. 0.10 ഉപയോഗിക്കാം, അല്ലെങ്കിൽ 0 to 100 വരെ നമുക്ക് ഉപയോഗിക്കാം. സ്കെയില് നമ്മൾ കൊടുക്കുന്നത് പോലെയാണ് ആ സ്കെയില്. എന്നിട്ട് എന്താണ്, ആ സ്കെയിൽ എവിടെയാണ് എന്റെ ഫോബിയ ഉള്ളത്, എവിടെയാണ് ഫിയർ ഉള്ളതെന്ന് നമ്മൾ സ്വയമായിട്ട് വരച്ചിക്കുക. എന്നിട്ട് അതെന്താണ്, ഓരോ യാത്രയും എത്ര കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, ചിന്താഗതികൾക്ക് മാറ്റമുണ്ടോ എന്ന് നമുക്ക് സ്വയം എന്താണ് ഇങ്ങനെ കഴിഞ്ഞാൽ ആൾക്ക് എന്താണ് കുറെയൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം. പിന്നെ ഇതിലെന്താണ്, നിങ്ങൾ പേടി ഉണ്ടായിട്ടും അതിലൂടെ സഞ്ചരിക്കുന്ന ഏറ്റവും നല്ലൊരു അതാണ് ക്വാളിറ്റി തന്നെയാണ്. അതാണ് അതാണ് ഞാൻ ഏറ്റവും വിചാരിച്ചത്. നല്ലത്. അതൊരു ശരിക്കും അത് ഏറ്റവും നല്ലൊരു അത് തന്നെ. പേടി ഉണ്ടായിട്ടും ഒരാളങ്ങോട്ട് പോവുക എന്ന് പറയുമ്പോൾ അത് എക്സ്പോഷർ തെറാപ്പിക്ക് എക്സ്പോഷർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഏപ്രില് ഞാന് പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി വന്നു. അന്ന് ഞാന് വരുമ്പോ ഒറ്റയ്ക്ക് വന്നത്. പക്ഷെ അന്ന് എനിക്ക് കുറെ കൂടെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കുട്ടികളുള്ളപ്പോഴാണ്, കുട്ടികളെ മാനേജ് ചെയ്യാൻ വേണം നമുക്ക്. ഇതും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച്, രണ്ട് സ്ട്രെസ്സും കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. ആ ഒരു ടെൻഷൻ. അല്ലെങ്കിൽ കുഴപ്പമില്ല, കുറെയൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു സിറ്റുവേഷൻ തന്നതാണ്. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ഇപ്പൊ ബ്രീത്തിങ് എക്സസൈസ് അങ്ങനത്തെ എന്തെങ്കിലും സാറിന് എന്തൊക്കെയാണ് റെമഡീസ് പറഞ്ഞു തരാൻ പറ്റുക? ഇതില് പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾ തോട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു റെമഡിയേഷൻ എന്ന് പറയും തോട്ട് റെക്കോർഡ് ചെയ്യുക. തോട്ട് വർക്ക് നിരന്തരമായിട്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക. പിന്നെ അതേപോലെ നമ്മൾ എന്താണ് ഈ ഒരു ചിന്ത എക്സ്പോഷർ ഹൈറാർക്കി നിങ്ങൾ പറഞ്ഞിട്ട് കാര്യങ്ങൾ ഓൾറെഡി ചെയ്യുന്നതാണ്, അതിനെപ്പറ്റി ഇനി ഞാൻ പറയുന്നില്ല. പിന്നെ എന്താണ് ബ്രീത്തിങ്, നിങ്ങൾ ഇപ്പൊ ബ്രീത്തിങ് നിരന്തരം നമ്മൾ ബ്രീത്തിങ് ബോക്സ് ബ്രീത്തിങ് ഇല്ലേ, 4-4-4 എന്ന് പറഞ്ഞിട്ടുള്ള അത് എന്താണ് നിരന്തരമായി ചെയ്യുക. എപ്പോഴാണോ ഈ ഒരു ടെൻഷൻ വരുന്ന സമയത്ത് 4 സെക്കൻഡ് മെല്ലെ ഒന്ന് മുകളിലോട്ട് വരും മുക്കിലൂടെ, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് എന്താണ് പതിയെ നോക്കുക. എന്നിട്ട് ആ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ 2 കൈകളൊന്ന് ജസ്റ്റ് ആ സീറ്റിനൊന്ന് പ്രസ് ചെയ്യുക.
ജസ്റ്റ് ഒന്ന് ഹൈ ആയിട്ട് പോകുന്നത്, അതേപോലെ ബോഡി താഴെ റിലാക്സ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് എന്താണ് ജസ്റ്റ് കൂളായിട്ട് 1-2 തവണ ആ സ്പോട്ട് ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ എടുക്കുള്ളൂ ഇതിന്. അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കുക. പിന്നെ ഇടക്കിടക്ക് എന്താണ് ഫോണിൽ ഒരു ഫ്ലൈറ്റിന്റെ ഫോട്ടോ ഒക്കെ ഒന്ന് മറ്റേ ഇതിൽ വെച്ചാൽ മതി, സ്റ്റാറ്റസ് ഒക്കെ വെക്കുക. ഇടയ്ക്കൊക്കെ ഫ്ലൈറ്റ് എനിക്ക് കാണണം എന്നുള്ളത്. പിന്നെ അതിന്റെ വീഡിയോസ് ഒക്കെ ഇടയ്ക്കിടക്ക് കാണുക. പിന്നെ അതൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു പേടി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇപ്രാവശ്യം വീഡിയോസ് എടുത്ത് നമ്മള് പുറത്തുള്ള വ്യൂസിന്റെ വീഡിയോസ് എടുത്ത്. അപ്പൊ അതെടുക്കുക, ഫോട്ടോസ് എടുക്കുക. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തണം പുറത്തൊന്നും ഇറ്റ്സ് ഓക്കെ, ഔട്ട്സൈഡ് ഓക്കെ ആണ്, ഫ്ലൈറ്റ് ഇസ് ഓക്കെ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ എന്നെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എവറിത്തിങ് ഈസ് ഫൈൻ എന്നുള്ള ഒരു രീതിയിൽ. അപ്പൊ അങ്ങനെ ഫോട്ടോസ് എടുക്കും. പിന്നെ ടർബുലൻസ് വന്നാലും ജസ്റ്റ് ഞാൻ എന്നെ തന്നെ കൺസോൾ ചെയ്തോണ്ടിരിക്കും. അങ്ങനത്തെ ഒക്കെ രീതിയിൽ ഞാൻ തന്നെ ഇപ്പോ ഈ സൈക്കോളജിയിൽ കയറിയതിന് ശേഷം നമ്മൾ സ്വയം എടുക്കുന്ന ഓരോരോ ടെക്നിക്കാണ്. അതുവരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് കയറി കളയാറുണ്ടോ? അല്ല, യാത്ര കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റ് ടിക്കറ്റ് കയറി കളയാൻ മുമ്പൊരു കേസ് എനിക്കുണ്ടായിരുന്നു. ആളെന്ത് ചെയ്യും, ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് എയർപോർട്ടിലെത്തി വണ്ടി കയറി വീട്ടിലേക്കുള്ള വണ്ടിയിലോ അല്ലെ ഇവിടെ എത്തി ഗൾഫിലെത്താൻ വേണ്ടി അപ്പൊ കയറി കളയും. അപ്പൊ എന്താണ്, അതൊരിക്കലും പാടില്ല. സൂക്ഷിക്കുക. ടിക്കറ്റുകളൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്ത യാത്രകളാണെന്ന് പറഞ്ഞു വേണ്ടിയിട്ട് സൂക്ഷിക്കുക ടിക്കറ്റുകളൊക്കെ. അല്ല, ഇപ്പൊ ഞാൻ എന്നോട് തന്നെ സ്വയം പറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇത്രയും ട്രാവൽ ചെയ്തല്ലോ, ഇത്രയും ചെയ്തല്ലോ എന്നുള്ളത്. ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി തന്നെ എന്റെ അൺകോൺഷ്യസ് മൈൻഡിനെ ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഒറ്റയ്ക്ക് ട്രാവലിംഗ് ഇപ്പൊ ഒരു 3 years ആയിട്ട് വിത്തൗട്ട് ഹസ്ബൻഡാണ് ഞാൻ ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്നത്. മറ്റത് ആളിന്റെ പേടി കാരണം എന്റെ കൂടെ തന്നെ വരാറുണ്ടായിരുന്നു. പക്ഷെ ആളില്ലാതാവുമ്പോ ഞാൻ സ്വയം എഫേർട്ട് എടുക്കാൻ തുടങ്ങി. കാരണം ഇങ്ങനെ ഒരാളുണ്ടാവണം, ആളെ കയ്യുമെന്റെ കൈ മുറുക്കി പിടിച്ചാലേ എനിക്ക് ടെൻഷൻ റിലാക്സ് ചെയ്യണം. കുട്ടികളൊക്കെ വേറെ സീറ്റിൽ ഇരുന്നാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ആളെടുത്തിരുന്ന് കൈ മുറുക്കി പിടിച്ചാലും എനിക്ക് ടെൻഷൻ റിലാക്സ് ആവണം. ഇപ്പൊ പിന്നെ സ്വയം വി ഹാവ് ടു ഫേസ് ദ വേൾഡ് അലോൺ എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് സ്വയം വന്നിട്ട് ഞാൻ സ്വയം ഇതൊക്കെ ഏറ്റെടുക്കുക. ആളിപ്പോ അങ്ങനെ കൂടെ ട്രാവൽ ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു 3 years ആഫ്റ്റർ കൊറോണ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ട്രാവൽ. പിന്നെ സാറ് പറഞ്ഞ ടിക്കറ്റ് ഒക്കെ ഇതാക്കാന്ന് പറഞ്ഞ ഇപ്പത്തെ ഈ ടൈമിലുള്ള എക്സ്പെൻസ് സാറിനും അറിയാലോ, ദുബായ് ടു കേരള വരുന്ന എക്സ്പെൻസ്. അപ്പൊ അതൊന്നും ഇപ്പൊ നമ്മള് ടിക്കറ്റ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. പക്ഷെ ആ സമയത്ത് വരുന്ന ഒരു പാനിക് ഭയങ്കര പാനിക്കിംഗ് ആണ്. ഭയങ്കര കൈയൊക്കെ ഇതാവും. അതെ, ആ സമയത്ത് എടുക്കുന്ന സമയത്ത് സ്വന്തം മൊബൈൽ എഴുതുക, എന്നിട്ട് അതില് മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്യുക. എനിക്ക് ഭയം തോന്നാം, പക്ഷെ ഞാൻ നേരിടും. അങ്ങനെ അത് നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു അഫർമേഷൻ ആണ്. സാധാരണ നമ്മള് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ കേസിൽ ഞാൻ പറയും, നിങ്ങൾ മൊബൈലാണല്ലോ ഇപ്പൊ എല്ലാവരുടെ കയ്യിലുള്ളത്. അപ്പൊ അതിലിങ്ങനെ സ്വന്തമായിട്ടുള്ള വാട്സപ്പ് ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഇങ്ങനെ ഇമ്പോസിഷൻ ചെയ്തുപോലെ അതിലേക്ക് എങ്ങനെ ഇട്ട് കൊടുക്കുക. എനിക്ക് പേടിയുണ്ട്, പക്ഷെ ഞാൻ അത് നേരിടും, ഉറപ്പാണ്, ഞാൻ അവിടെ പോകും എന്നുള്ള അതിങ്ങനെ നിരന്തരമായി ഒരു 10-20 പ്രാവശ്യം അങ്ങനെ കൊടുക്കുക. പിന്നെ അതേപോലെ അതിന്റെ കൂടെ തന്നെ ഞാൻ ആദ്യമായിട്ടല്ല ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത്, ഞാൻ അതിന്റെ കുറെ സമയം ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് പേടിയുണ്ട്. പക്ഷെ ഇതൊക്കെ ഭയം ഒരു സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടാവും. എന്റെ അടുത്തിക്കുന്ന ആൾക്ക് പേടി ഉണ്ടായിട്ട് മിണ്ടാതിരിക്കുകയായിരിക്കും എന്നുള്ള ആ ഒരു കൗൺസിൽ സെഷൻ നമ്മൾ ഉപയോഗിച്ചിട്ട് നേരത്തെ പറഞ്ഞ ഹ്യൂമർ ഇല്ലേ, അതൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഉപയോഗിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതല്ല, നമ്മൾ ഒരിക്കലും ഈ ആകാശത്തൂടെയാണ് സഞ്ചരിക്കുന്നത്. അത് ഒരു ആകാശത്തൂടെ അല്ല ഭയം വരുന്നത്. എനിക്ക് ഭയം എന്താണ്, സ്വന്തമായിട്ട് വരുന്നതാണ്. യാത്രകൾ വളരെ സേഫ്റ്റി ആയിട്ടുള്ള ഒരുപാട് ആളുകൾ യാത്രയിൽ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റുള്ളവർക്കും എന്തെങ്കിലും സംഭവിക്കും. അന്നപ്പോ അത് ഒരിക്കലും സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുകയും ഒരു ജേണൽ പോലെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നാൽ കുറെയൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ഇതിനൊക്കെ നമ്മൾ എന്താണ്, എനിക്കിപ്പോ വായ കൊണ്ടൊക്കെ ഇപ്പൊ എന്തും പറഞ്ഞു തരാം, പക്ഷെ അനുഭവിക്കുന്നത് നിങ്ങളാണല്ലോ. അപ്പൊ അത് പ്രാക്ടിക്കൽ ലെവലിൽ എന്താണ് നമ്മൾ കൊണ്ടുപോവുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കണേക്കാളും നല്ലത് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ട് നോക്കുക. മുമ്പ് എനിക്കൊരു ഹൈറ്റിനെ പേടിയായിരുന്നു. അപ്പൊ ഞാൻ ആ ഹൈറ്റിനെ കയറി മുകളിൽ കയറി താഴോട്ട് കുറെ നേരം നോക്കി നിൽക്കും. എന്നിട്ട് എന്താണ്, ഹൈറ്റിൽ നിന്നാ ഞാനിപ്പോ മുകളിൽ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ പതിയെ എന്താണ്, ഞാൻ ഇത് ശീലമാക്കിയപ്പോ എന്താണ്, എനിക്ക് ആ പേടി ഇപ്പോഴും ഉണ്ട്. ആങ്സൈറ്റി ഒരിക്കലും നമുക്ക് മാറില്ല, അത് പൂർണ്ണമായിട്ട് ഒരിക്കലും മാറും. എന്നാലും എന്താണ്, കുറെയൊക്കെ എന്താണ് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് സേഫ് ആണ്. ആ രീതിയിലാണ് നമുക്ക് കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം.
താങ്ക് യു. വിഷ്വലൈസ് ചെയ്യാ അല്ലേ? വിഷ്വലൈസ് ചെയ്യാം. ആ അല്ലെങ്കിൽ അതങ്ങനെ പിന്നെ അങ്ങനെ ഒരു തെറാപ്പി കൊടുക്കാലോ. വിഷ്വലൈസ് ചെയ്യാം. അതപ്പോ ആ സമയത്ത് എവിടെയാണ് സിറ്റുവേഷൻ നിൽക്കുന്ന അത് സമയത്ത് നമുക്ക് നേരെ എന്താണ് നല്ലൊരു നമുക്കൊന്ന് ഞാൻ മൈൻഡ്ഫുൾനെസ്സിലേക്ക് പറഞ്ഞോളൂ. പോയിട്ട് ഒന്ന് മേലെ കൊണ്ടുപോവുക. ഫ്ലൈറ്റിൽ കയറുന്ന അതെ. മാതിരി കൊണ്ടുപോയിട്ട് ആ, ഫ്ലൈറ്റിൽ അവിടെ ആ, നിൽക്കുകയാണ് എന്നൊരു ഇമാജിനേഷൻ കൊടുക്കുമ്പോൾ, അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ, യെസ് എനിക്ക് നല്ല ധൈര്യമുണ്ട്, എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്കിപ്പോ പേടിയില്ല എന്നൊരു 2-3 പ്രാവശ്യം കൊടുക്കുമ്പോ കുറച്ച് കുറയില്ലേ? കുറയും. പക്ഷെങ്കില് ഇവിടെ എനിക്ക് കിട്ടിയ നെഗറ്റീവ് കമന്റ് ഉണ്ട്. കാരണം ഞാനിത് പറഞ്ഞ സമയത്ത് സാറിന് ഇതൊക്കെ വായിലൂടെ എന്ത് പറയും, ഞാനല്ല പോണത് എന്നാണ് എന്നോട് പറഞ്ഞു. അവിടെ നമ്മൾ ഈ വിഷ്വലൈസേഷൻ കൊടുത്തൊരു കാര്യമുണ്ടോ? ഇരുത്തി കൊടുത്തതിന് ശേഷം പറഞ്ഞേക്കണം. അപ്പൊ ഒരു അതെ, കോൺഫിഡൻസ് ഞാൻ പറഞ്ഞത് വളരെ വരുമെന്നാണ് ശരിയാണ്. അതെ, പതിയെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് നമ്മൾ ഈ പറഞ്ഞ കുറെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ആൾക്ക് കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ വിഷ്വലൈസേഷൻ പെട്ടെന്ന് എഫക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു പാരച്യൂട്ടിൽ നിന്ന് ഇങ്ങനെ മുകളിൽ താഴേക്ക് വരുന്നതായിട്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ വിഷ്വലൈസ് അതെ ചെയ്യാലോ. അങ്ങനെയൊക്കെ വേണോ? അല്ല അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെയൊക്കെ ആ ചെയ്ത് നോക്കിയാലേ അതന്നെ ഒരു ഫീലിംഗ് അന്ന് ഇറങ്ങുന്ന മാതിരി. അങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോ മാറി. എനിക്ക് എസ്കലേറ്റർ പോയി മാറ്റങ്ങൾ പേടിയുള്ള ആളാണ് ഈ പറയുന്നത്. ആ എസ്കലേറ്റർ കയറാനും ഇറങ്ങാനും പേടിയാണ്. അതെ. ഏതായാലും നമ്മൾ എല്ലാരും എക്സ്പോഷർ തന്നെ കൊടുക്കുക. സ്വയമായിട്ട് ഉണ്ടാക്കിയെടുത്ത അപ്പുറം പ്രശ്നം. പിന്നെ അതിന് വരുന്ന ക്ലയന്റിനെ നമുക്ക് നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റും. അതിന് ആ സിറ്റുവേഷൻ നമ്മൾ നേരിട്ടാലും വേണം അത് ഓവർകം ചെയ്യാൻ പറ്റും. അതെ. ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ പോകും? അല്ല, ഇത്രയും പ്രാവശ്യം ട്രാവൽ ചെയ്യുന്ന ആളല്ലേ, ഓവർകം ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുക, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അല്ല, ഇത് എനിക്ക് തോന്നുന്നത് എനിക്ക് പേടി ഞാൻ വോയിസ് ബ്രേക്ക് ആണ്. എന്നാ അവിടെ ഇതാക്കി വെച്ചു, ഞാൻ പേടിക്കും. അതായിരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. വോയിസ് ബ്രേക്ക് ഉണ്ടോ ഇപ്പൊ? കേക്കാമോ? ഒരു മിനിറ്റ്. അല്ല, നമ്മള് എനിക്ക് പേടിയാണ്, ഞാൻ പേടിക്കും എന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും മനസ്സിലേ. അതെ, ഫിക്സഡ് മൈൻഡ് ആണ്. അതാണ്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനതിനെ അതിജീവിച്ചു എന്ന് പറഞ്ഞോളിക്കും. അതിജീവിച്ചു കഴിഞ്ഞു, ചെയ്യുന്നുണ്ടല്ലോ. പേടിച്ചിട്ട് അവിടെ പോകാൻ നോക്കുമല്ലോ ചെയ്യുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഷഹാനയോട്? ചോദിച്ചോളൂ. ഷഹാനയ്ക്ക് ഇപ്പോഴത്തെ ഈ പ്ലെയിൻ ക്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നപ്പം എന്താ തോന്നിയത്? ഇത് ഞാൻ ചോദിച്ചിട്ടുണ്ടോ, ഈ ക്ലാഷ് വന്നപ്പോഴത്തേക്കും അത് ഇൻക്രീസ് ആയിട്ടുണ്ടോ, അതോ അതിന് ശേഷം ഉണ്ടായ ഒരു എങ്ങനെയാണോ ആ മനസ്സിന്റെ ഒരു ഇത് ഈ അഹമ്മദാബാദിലെ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടായിരുന്നു? മാം, ഇപ്പൊ ഞാൻ 11th ട്രാവൽ ചെയ്തപ്പോ ഇന്നലെ ആണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോ 11th ഇന്നലെയാണ് ഞാൻ ഫ്രൈഡേ നൈറ്റാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, നമ്മള് ഇപ്പൊ അഹമ്മദാബാദ് ക്രാഷ് എന്ന് പറഞ്ഞാൽ വിത്തിൻ 30 seconds എല്ലാം സംഭവിച്ചു. അപ്പോ അങ്ങനത്തെ ഒരു ഫീലിംഗ് അത് സംഭവിക്കുന്നുള്ളൊരു ഫീലിംഗ് എനിക്കിപ്പോഴും ഉള്ളില് വരുന്നില്ല. എന്നുവെച്ചാൽ പെട്ടെന്നൊരു ക്രാഷ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ടെർബുലൻസ് വരുമ്പോൾ മാത്രമുള്ള ആ ഒരു സമയത്ത് മാത്രമാണ്. മറ്റ് ഒരു സേഫ് ഫ്ലൈറ്റ് ആയിട്ടാണ് മറ്റുള്ള സമയങ്ങൾ. ഇപ്പൊ നമ്മള് ആ ഒരു ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവില്ല പ്ലെയിൻ. അപ്പൊ എനിക്ക് ഓക്കെയാണ്. പക്ഷെ ആ ഒരു ടെർബുലൻസ് വളരെ ഷേക്കിംഗ് വരുമ്പോൾ മാത്രമുള്ളൊരു പ്രശ്നം മാത്രമാണ്. അപ്പൊ നമ്മള് മറ്റേ ഡിജിറ്റൽ വാച്ച് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ കാണിക്കും യുവർ ഹാർട്ട് ബീറ്റ് ഈസ് സോ ഹൈ, പ്ലീസ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഡു സംതിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വരെ കാണിച്ചിട്ടുണ്ട് ഒരു വട്ടം. അതിന് ശേഷം ഞാൻ പിന്നെ വാച്ചിന്റെ ഉപയോഗിക്കുന്നില്ല. നമ്മളെ നോർമൽ വാച്ചേ യൂസ് ചെയ്യുള്ളൂ. കാരണം ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും കാണിക്കുമ്പോൾ നമ്മളൊന്നും കൂടെ ആങ്സൈറ്റി കൂടുതലാണ്, ഹാർട്ട് ബീറ്റ് കൂടുതലാണെന്ന് കാണുമ്പോൾ. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ഇപ്പൊ എനിക്ക് ഈ ക്രാഷിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്കൊന്നും
തടയാൻ പറ്റില്ല. അപ്പൊ വി ഹാവ് ടു ഫേസ് ദ ഫാക്ട് എന്നുള്ള ഒരു രീതിയിൽ ആണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷെ കുട്ടികൾ, ഞാൻ പറഞ്ഞില്ല, കുട്ടികൾ കൂടെ ഉള്ളപ്പോ കുറച്ചും കൂടെ ആങ്ഷ്യസ് ആയിരിക്കും. അവരെ ഇതും കൂടെ നമ്മൾ സേഫ് ഗാർഡ് ചെയ്യണമല്ലോ. അപ്പൊ ആ ഒരു ഇതാണ്. പിന്നെ ഏപ്രില് ഒറ്റക്കാണ് ട്രാവൽ ചെയ്തത്. അന്ന് എനിക്ക് മോർ കംഫർട്ടബിൾ ആയിരുന്നു, മോർ റിലാക്സ്ഡ് ആയിരുന്നു. കുട്ടികൾ കൂടെ ഉള്ളപ്പോ നമുക്ക് അവരെയും കൂടെ, പിന്നെ ഒരാള് 4 years ആയിട്ടുള്ളൂ. അപ്പൊ അവരെയും കൂടെ നമ്മൾ സേഫ് ഗാർഡ് ചെയ്യണമല്ലോ. പിന്നെ നമ്മള് ഫിയർ ആവുമ്പോ അവർക്കും കൂടെ അത് റിഫ്ലക്ട് ചെയ്യല്ലോ. നമ്മള് ഫിയർ കാണുമ്പോ അപ്പൊ അത് ഇനി അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യൂ, അങ്ങനത്തെ ഒക്കെ ടെൻഷനാണ് ഇപ്പൊ കൂടുതൽ. ഇപ്പൊ ഞാൻ കുറെ കൺട്രോൾഡ് ആണ്. പക്ഷെ ഞാനൊരു ഈ ഇഷ്യൂ ഇട്ടത് ഇതേപോലെ ഇനി ആർക്കെങ്കിലും പല പേടികളും ഫോബിയാസും ഉണ്ടാവല്ലോ. അപ്പൊ അതില് എന്തെങ്കിലും നമുക്ക് ഇതേപോലത്തെ എന്തെങ്കിലും മാറ്റങ്ങൾ, ഇപ്പൊ ലീന മാം എയറോസ്റ്റസ് എന്ന് പറഞ്ഞു. അപ്പൊ മാമിന് അതേപോലെ എന്തെങ്കിലും മെത്തേഡ്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാമിന്റെ പാസഞ്ചേഴ്സിന് അത് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഓരോ ഇതും കൂടെ ഇഷ്യൂസ് എനിക്കിപ്പോ ഞാൻ എടുക്കുന്ന ടെക്നിക്സ് ഇതൊക്കെയാണ് എന്നുള്ളതും കൂടെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഇപ്പൊ നിങ്ങളെ അടുത്ത് ഇതേപോലത്തെ ആളുകൾ വരാം, ക്ലയൻസ് വരാം. അപ്പൊ നിങ്ങൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്തൊക്കെയാണ്. കാരണം ഞാൻ കുറെ ഒക്കെ ഓവർകം ചെയ്തിരിക്കണം. പക്ഷെ സ്റ്റിൽ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു നെർവസ്നെസ് വരും. ഇത് വളരെ സന്തോഷം. എൻ്റെ അടുത്തൊരു ക്ലയന്റ് വന്നിരുന്നു. അവർക്ക് ഈ ഗ്ലാസ് ഇട്ട് മേലെ ഗ്ലാസ് ഇട്ടിട്ട് ബ്രിഡ്ജ് മാതിരി ഉണ്ടാവുമല്ലോ, ഗ്ലാസ് ബ്രിഡ്ജ്. അതിൽ നടക്കാൻ ഭയങ്കര പേടി. എനിക്ക് അതിൽ കയറണം, പക്ഷെ എനിക്ക് പേടിയാണ് എന്ന് വന്നു. അപ്പൊ ഞാൻ ഈ വിഷ്വലൈസേഷൻ തെറാപ്പി കൊടുത്തിട്ടാണ് അന്ന് 2-3 പ്രാവശ്യം പിന്നെയും അത് അവിടെ നിൽക്കുന്നു. ആദ്യം കൈ പിടിച്ചിട്ട് ആ പിടിയിൽ പിടിച്ചിട്ട് നിൽക്കുന്നു, ഹാൻഡിൽ പിടിച്ചിട്ട് നിൽക്കുന്നു, പിന്നെ അത് വിട്ടിട്ട് നിൽക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു അവർക്ക് ശരിയായി. അത് at the last he was crying. ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ ഒരു കരച്ചിലായിരുന്നു. എനിക്ക് എന്തോ അങ്ങനെ ഒരു എനിക്ക് തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു. അതാണ് ഞാൻ സാറോട് ചോദിച്ചത്. അങ്ങോട്ട് മേലെ പോയിട്ട് അവിടെ സ്റ്റക്കായി എന്ന് വിചാരിക്കുക. ഒരു പേടിയാണത്. അവിടെ സ്റ്റക്കായി മേലെ, ഫ്ലൈറ്റ് അവിടെ മേലെ നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താവും അടുത്ത മിനിറ്റ് എന്ന് അറിയില്ല എന്നൊന്ന് പേടിപ്പിച്ചു നോക്കിയാൽ ശരിക്കും ഇത് മാറുന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഇപ്പോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങടെ ഇറക്കി കൊണ്ടുവരിക. ഓക്കെ. എങ്ങനെ ഇനിയിപ്പോ നമ്മൾ കുറെ നേരമായി സംസാരിക്കും. ഇനിയിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ട ചോദിക്കാം. എനിക്ക് ക്ലാസ് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. എന്നാലും സമയം കിട്ടിയാൽ ഞാൻ വിടുകയില്ല. സാറ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടോ? റെക്കോർഡിംഗ് ഉണ്ടാവും, നമ്മളെ ചാനലിൽ ഉണ്ടാവും, അല്ലെ ഗ്രൂപ്പിൽ വരും. ഓക്കെ സാർ. സാറേ, ഞാൻ ടൈമിന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ക്ലയന്റിന് നമ്മൾ കൊടുക്കുന്ന ടൈം എത്രയായിരിക്കും? പിന്നെ 45 minutes എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അത്രയും ഒരു ക്ലയന്റിന് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതുപോലെ ഒബ്സർവേഷൻ ഒന്നും നടക്കത്തില്ല. അപ്പൊ നമുക്ക് അതിൽ കൂടുതൽ എത്ര സമയം എടുക്കാൻ പറ്റും? സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കി വരാൻ തന്നെ അന്നൊരു 1.5 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? സമയം എന്ന് പറയുന്നത് നല്ലൊരു ചോദ്യമാണ്. സമയം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കൗൺസിലിംഗ് സെഷൻ ഉപയോഗിക്കുന്നത് 1 മണിക്കൂറാണ്. അത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ടൈം ഒന്നുമല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ തന്നെ ഒരു ക്ലയന്റ് ചിലപ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുത്ത കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന സമയമാണ്. അവരോട് പറയാം 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ കറക്റ്റ്. ഇനിയിപ്പോൾ 1.5 മണി, നിങ്ങൾക്ക് ഇനി 1.5 മണിക്കൂറാണ് വേണ്ടത്, 1.5 മണിക്കൂർ. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്ന് ഫോളോ അപ്പ് ചെയ്യല്ല. നമ്മൾ ഒരു 5 മിനിറ്റ് കൊണ്ടോ നമ്മളെ 10 മിനിറ്റ് കൊണ്ടോ നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്ന കാര്യം മൈന്യൂട്ടായിട്ട് നമ്മുടെ തലച്ചോറിൽ വർക്ക് ചെയ്യേണ്ട കാര്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ക്ലയന്റ് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവർ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കേസ് കഴിഞ്ഞ് ഈ ക്ലയന്റ് പോകുന്നതിന് മുമ്പ് ഈ ക്ലയന്റ് നമുക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നുള്ളൊരു തോട്ട് നമ്മുടെ ഈ ഒരു ബ്രെയിനിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ആ കറങ്ങിക്കൊണ്ട സമയത്താണ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോസസ്സിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒബ്സർവേഷൻ, ആക്റ്റീവ് ലിസണിങ്, പിന്നെ അതുപോലെ ഫീഡ്ബാക്ക്, എല്ലാ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ.
ഫിക്സഡ് ആയിട്ടുള്ള എന്താണ് നിങ്ങൾ പറഞ്ഞതുപോലെ 45 മിനിറ്റിന് വെച്ചപ്പോൾ 1 മണിക്കൂർ തന്നെ പ്രശ്നം തന്നെ തീരൂല അവർ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്താണ് അതിനനുസരിച്ച് എന്താണ് നമുക്ക് ടൈം വേണേൽ കൂടുതൽ കൊടുക്കാം. പിന്നെന്താണ് ഇനിയിപ്പോ 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് കഴിഞ്ഞ് വേറെ ക്ലയന്റ് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഒരു 50 മിനിറ്റ് ആകുമ്പോൾ ക്ലയന്റിനോട് പറയാം നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ, നമുക്ക് എന്താണ് ഒന്നുകൂടി പറയുന്നത് കുറച്ചുകൂടി പറഞ്ഞിട്ട് നമുക്ക് എന്താണ് അടുത്ത സെഷനിൽ കാണാം എന്നുള്ള അവസാനം. കാരണം ആ ഒരു ചോദ്യം എന്താണ് അവിടെ എൻഡ് ചെയ്യാൻ പറ്റും, ക്ലയന്റിനെ നമ്മൾ ഓർമ്മപ്പെടുത്തലാണ് നമുക്കൊരു 10 മിനിറ്റ് കൂടി ഉണ്ട് എന്നുള്ളത്. അപ്പൊ എന്താണ് നമുക്ക് പെട്ടെന്ന് താൽക്കാലികമായിട്ടൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ എന്താ ചെയ്യേണ്ടത്, വീട്ടിൽ പോയി ഒരു റിലാക്സിങ്ങോ അല്ലെങ്കിൽ ഒരു ജേണലോ താൽക്കാലികമായി അത് കൊടുത്തിട്ട് നിങ്ങളെ പ്രശ്നത്തിൽ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായിട്ട് നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ ആളെ വിടുക. അടുത്ത സെഷന് വരുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് പോവുക. സമയം നമ്മളാണ് തീരുമാനിക്കുന്നത്. പിന്നെ OCD കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 1 മണിക്കൂറും ചിലപ്പോൾ എക്സ്പോഷർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ ഒന്നും ആവില്ല. ചിലപ്പോൾ ഒരു 1.5-2 മണിക്കൂറിനടുത്ത് എക്സ്പോഷർ കൂടി ആഡ് ആകുമ്പോൾ ചിലപ്പോൾ സമയം കൂടുതൽ എടുക്കും. പിന്നെ NPDA പോലെ ക്ലയന്റ് നിങ്ങളെ മുമ്പിൽ വന്നിട്ട് വിക്ടിം ആണ് നിങ്ങളെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് സമയം എടുക്കും. അവർക്ക് ചിലപ്പോൾ വർഷങ്ങളോളം അനുഭവിച്ചിട്ട സങ്കടങ്ങൾ നമ്മളോട് പറയാനുണ്ടാവും. ഒരു പെയ്തൊയ്യുന്ന മഴ പോലെ അവരെ മനസ്സിലുണ്ടാവും. അത് നമ്മളെ മുമ്പിൽ അത് പെയ്ത് അങ്ങോട്ട് തീർക്കുകയാണ് അവര്. അപ്പൊ അതെന്താണ് നമ്മൾ കൊടുക്കുന്ന സമയമാണ്. പിന്നെ ഓരോ മണിക്ക് ഇപ്പൊ നമ്മളൊക്കെ ഒരു ഫീ വാങ്ങുന്നപ്പോ 1 മണിക്കൂറിന് ഫീ ആണ്. പിന്നെന്താണ് അത് ഒരു 1.5 മണിക്കൂർ കൊടുത്താൽ 2 മണിക്കൂർ കൊടുത്താൽ അതേ ഫീ മതി എന്നുള്ളതാണെങ്കിൽ അതങ്ങനെയും പോവാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. പക്ഷെ ഈ വരുന്നവരൊക്കെ ഒറ്റ സിറ്റിങ്ങിൽ അങ്ങോട്ട് ശരിയായി പോണെന്ന് വരുന്നവരാണ് മാക്സിമം ആൾക്കാരും. അത് നമ്മൾ ആദ്യം ആ പറഞ്ഞു മനസ്സിലാവും. ആ, അത് പറയണം. അതെ, അത് പറഞ്ഞാലും അവർക്ക് വരാൻ പറ്റില്ല. ഉം. ഇന്ന് തന്നെ തീർത്തിട്ട് പോണം. അങ്ങനെയുള്ള ആൾക്കാരാണ് മാക്സിമം ആൾക്കാരും വരുന്നത്. എനിക്കറിയില്ല, സാറ് പറയുമ്പോ അടുത്ത സിറ്റിംഗിൽ ഇരിക്കാം. ഐ കുഡന്റ് സേ ദാറ്റ്. ദേ ആർ നോട്ട് റെഡി അവരോട് അറ്റ് ഓൾ. അവരോട് തുടക്കത്തിൽ നമ്മൾ എന്താ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ എടുക്കുന്ന സമയത്ത് അവരോട് പറയണം ഈ ഒരു പ്രശ്നം കേട്ട് കഴിഞ്ഞാൽ ഏകദേശം അതിന്റെ സിവിയറിറ്റി മനസ്സിലായി കഴിഞ്ഞാൽ എത്ര സെഷൻ 11 ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം ഒരു 5 സെഷനോ ഒരു 4 സെഷനെങ്കിലും അവരോട് പറയാം. എന്നിട്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ പിന്നെ ഞങ്ങൾ കൊണ്ടുപോയാൽ മതി. അല്ലാതെ ഒറ്റ സെഷനെ നമുക്ക് എന്താണ് പ്രശ്നം കേൾക്കാതെ തന്നെ നിങ്ങൾ ഒരു 5 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വരും ആ അങ്ങനെയാണ് ക്ലയന്റ് ഇരിക്കുന്നത്. ആയിട്ട്. 3 മണിക്കൂർ 3.5 ആ മണിക്കൂറൊക്കെ ഇരിക്കുന്നത്. ഒരു 2 ക്ലയന്റിനെ കാണാൻ പറ്റുള്ളൂ ഒരു ദിവസം. അപ്പൊ അങ്ങനെ അടുത്ത കാര്യമല്ല. വ്യക്തമായിട്ട് 1 മണിക്കൂർ മാക്സിമം പോയ 1.5 മണിക്കൂർ. അവസാനത്തെ ഒരു അരമണിക്കൂർ എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് പോവാ. 1 മണിക്കൂർ അവരുടെ പിന്നെ ഈ ഒരു കേസ് ഇൻടേക്ക് എടുക്കലും അവരെ പ്രശ്നങ്ങൾ കേൾക്കലും എന്തൊക്കെയാണ് നിലവിൽ അവർ അനുഭവിക്കുന്ന കാര്യമൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഉം, ഉം. പെട്ടെന്ന് പിന്നെ എല്ലാ ക്ലയന്റും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ആ, സാധാരണ ഹാബിച്വൽ പറഞ്ഞിട്ടുള്ള CBT നിങ്ങൾ ഒരു മോഡൽ കണ്ടില്ലേ, ഒരു സ്കെയില് നിങ്ങൾ കണ്ടില്ലേ, പലതരത്തിലുള്ള സ്കെയിലുകൾ. ആ സ്കെയിൽ എന്താ അവർ വിചാരിക്കുന്ന ഇന്ന് തന്നെ മാറിപ്പോകണം എന്നുള്ള ചിന്തായിട്ട് അതെ. വരിക. പ്രത്യേകിച്ച് ഒരു ആങ്സൈറ്റി പിന്നെ OCD പോലെ കേസുകൾ. കാരണം പിറ്റേന്ന് അവർക്ക് വരാൻ താല്പര്യം ഉണ്ടാവില്ല, അവർ വരികയില്ല. അപ്പൊ എന്താണ് അവരോട് തുടക്കം പറയുക, ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ നിങ്ങളെ പ്രശ്നം പെട്ടെന്ന് അങ്ങനെ പതിയെ മാറും. നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് പതിയെ വരും. നിങ്ങൾക്ക് എന്നാണ് സെഷൻ വേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞ ദിവസം തന്നെ വരണമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഏത് ദിവസമാണെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്താൽ മതി, അറിയിച്ചാൽ മതി, ഞാൻ അതിന് റെഡി ആയിട്ട് നിന്നോളാം. അങ്ങനെ പറയാം. അല്ലാണ്ട് ഈ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ബോറിംഗ് ആയിരിക്കും. അവർക്കും ബോറിംഗ് ആയിരിക്കും, നമുക്കും ബോറിംഗ് ആയി. ഒന്നും ചെയ്യാൻ അതെ. പറ്റിയില്ല. അവരെന്തൊക്കെയോ നാടൻ വർത്താനൊക്കെ സംസാരിച്ച് അങ്ങനെ പോകുന്നല്ലാണ്ട് നമുക്കൊരു അതിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ഒന്നും നമുക്ക് ഉണ്ടായിക്കോളുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ഇടയ്ക്ക് നമ്മൾ തെറാപ്യൂട്ടിൽ അലയൻസ് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അടുത്തൊരു സുഹൃത്തായിട്ട് മാറും. കാരണം അവിടെ തെറാപ്പിസ്റ്റ് ഒരു ക്ലയന്റ് എന്നത് ബന്ധം പോലും ഉണ്ടാവില്ല. കാരണം അവർ ചിലപ്പോൾ ഏറ്റവും അറിയുന്ന ഒരാളുകളായിട്ട് മാറിയിട്ടുണ്ടാവും അവിടെ നമുക്ക് ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കാം, ഇന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം. പിന്നെ ചിന്തിക്കാൻ പറ്റൂല ഇവർക്ക് ആ ട്രീറ്റ്മെന്റ് കൊടുത്താൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇന്നത് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും. ഒരു ബോണ്ടിങ് നമ്മളുടെ ഇടയിൽ ഉണ്ടാവും. അതിനാ പറഞ്ഞത് കൂടുതൽ സമയം എടുക്കണ്ട. ഓക്കെ. സാർ, ഒരു കാര്യം ഇന്നത്തെ പറഞ്ഞോളൂ. ഇപ്പൊ പേടിന്റെ കാര്യം പറഞ്ഞില്ലേ, ഫ്ലൈറ്റിന്റെ, അത് അതെ പേടി എനിക്ക് ഇടിയും മിന്നലിനോടും ഉണ്ടായിരുന്നു. അപ്പൊ ഈ സിബ്ലിങ്സ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ സിസ്റ്ററിനൊക്കെ പോയി അടുത്തൊക്കെ പോയി ഇരിക്കായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആയി, പിന്നെ അവരുടെ മുന്നിൽ ധൈര്യം കാണിക്കണല്ലോ, ഉമ്മ ആയില്ലേ. അപ്പൊ അവരുടെ ധൈര്യം കാണിച്ച് അവസാനം എനിക്ക് ആ പേടി പോയി. അപ്പൊ അതെങ്ങനെ മാറ്റിയെടുത്തത്? വിനയിച്ചെടുത്തു.
പേടിയില്ല പേടിയില്ല എന്ന് പറഞ്ഞ് കുട്ടികളുടെ മുൻ അങ്ങനെ അത് ഹാബിറ്റായി മാറി. പിന്നെ അതിനോട് ശരിയായി വന്നു നോർമലി. പിന്നെ അവിടെ ഒരു പേടിയുണ്ട്, നിങ്ങൾക്ക് മനസ്സിൽ ചിന്ത വന്നിട്ടുണ്ടാവും, എന്റെ പേടി എന്റെ കുട്ടിയെ കൂടി വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഓരോ അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ മാറ്റിയെടുത്തത് അല്ലേ? അതെ, അതേപോലെ അവരും അനുഭവിക്കരുത്, ധൈര്യം കാണിക്കാനെങ്കിൽ ധൈര്യം സംഭരിച്ചെടുത്തിട്ട് പിന്നെ അത് ഹാബിറ്റ് ശരിയായി. അപ്പൊ അതൊരു ധൈര്യം എന്ത് പേടി ധൈര്യം എന്ത് ഉണ്ടെന്ന് പേടിയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡി സിംറ്റംസുകളാണ്. ആ ഒരു പേടി കാരണം നമുക്ക് ആ സ്പോട്ടിൽ ശാരീരികമായിട്ടുണ്ടാവുന്ന സിംറ്റംസുകൾ എന്താണ് നമ്മൾ തിരിച്ചറിയുക. ഹൃദയമിടിപ്പാണോ, അല്ലെങ്കിൽ കൈവിറയലാണോ, അല്ലെങ്കിൽ വേർക്കലാണോ, പിന്നെ അതേപോലെ കണ്ണടച്ച് കിടക്കുക, ഇടിമിന്നൽ കേൾക്കുക, നമ്മൾ കണ്ണടച്ച് കിടക്കുക, ചെവി രണ്ട് പൊത്തി പിടിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ശാരീരികമായിട്ട് തോന്നുന്ന ഫീലിങ്സ് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് സ്വയം തിരിച്ചറിയും, ഇതൊന്നും എന്താണ് സംഭവിക്കാൻ പറ്റാത്ത കാര്യം, ഇതൊന്നും ആവശ്യമില്ല, ഇതൊരു ഇടിയാണ്, അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ എന്താണ് സ്വയം, നിങ്ങളിപ്പോ നല്ലൊരു ഐഡിയ ആണ്, അത് ധൈര്യം കൊടുത്ത് അതിലേക്ക് മാറി വരിക. പിന്നെ അതെന്താണ് അവർക്ക് എന്താണ് ഒരു ഇടിമിന്നലൊക്കെ ഉള്ള സമയത്ത് എന്താണ് ഒരു വേണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു പേടി ഉണ്ടാക്കുന്ന ഒരു ഹൈറാർക്കി, മറ്റേ ഒരു ലിസ്റ്റ് പോലെ, പിരമിഡ് ലിസ്റ്റ് പോലെ ഉണ്ടാക്കുക. ഒരു ഏറ്റവും അടിയിൽ ഇടിമിന്നൽ പേടിയാണെങ്കിൽ ആ പേടിയുള്ള സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഫൈനലി ആകുമ്പോൾ എന്താണ് അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്, അതെന്നെ ജീവിതത്തിലും ഡെയിലി ലൈഫിലും ഒന്നും ബാധിക്കില്ല എന്നുള്ള ഒരു മോഡലൊക്കെ വേണ്ടി സ്വയം എഴുതിയിട്ട് ഇടയ്ക്കൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം അത് മറ്റൊരാളെ ബാധിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളെ ചിന്ത ഉണ്ടാവുക? ഇത് സംഭവിച്ചു കേട്ട് വരുന്ന സമയത്ത് ആദ്യമൊക്കെ, ഇപ്പോഴല്ല, ആദ്യമൊക്കെ ആ ശബ്ദം കേൾക്കുമ്പോ തന്നെ എന്താ സംഭവിക്കണെന്നറിയില്ല, എനിക്ക് പനിക്കണ പോലെ തോന്നും. പിന്നെ ചെവി ഞാൻ പൊത്തി പിടിക്കരുത് അത് കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട്. ഇപ്പോഴും എനിക്ക് വലിയ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ പേടിയൊക്കെ തന്നെയാ, പക്ഷെ അത് ഞാൻ കേൾക്കാതെ. ഇടിമിന്നൽ ഭയങ്കര ഒരു എന്താ ഇപ്പൊ പനിക്കണ പോലെ, പാനിക് ആവണ പോലെ, ചുണ്ടൊക്കെ വിളറി വെളുത്തു പോവും കേൾക്കുമ്പോഴേക്കും. ഇടിയായിരുന്നു കൂടുതൽ പേടി മിന്നലിനേക്കാളും. അതിനകത്ത് ഏതായാലും മാറിയിട്ടുണ്ടെങ്കിലും പിന്നെ ആ ഒരു PMR പോലെയുള്ള പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ഒക്കെ എടുക്കൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ അതേപോലെ നമ്മളെ ഈ ഒരു പിന്നെ ഡീപ്പ് ബെല്ലി ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള 4-7-8 ഇല്ലേ, അതും ഇടയ്ക്കൊക്കെ ഒരു എക്സസൈസ് പോലെ ചെയ്യുക. കാരണം പേടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മുടെ ആരോഗ്യ ശരീരത്തിന് നല്ലതാണ്, മനസ്സിനൊക്കെ നല്ലതാണ്, ചില മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, പറയൂ. അത് പേടിയില്ലാന്ന് ആക്ട് ചെയ്ത് പേടി മാറിയ പോലെ എനിക്ക് തോന്നിയ കേട്ടപ്പോ. ആണോ അങ്ങനെ അല്ലേ? അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതെ. അപ്പൊ അതൊരു റെമഡി അല്ലേ? കാരണം എന്താ അറിയാ, അവിടെ ഒരു പേടി എന്ന് പറയുന്നത് ധൈര്യം കൊടുക്കുക, സ്വയം ഒരു ധൈര്യം കൊടുക്കലാണ്. ആ പേടി യഥാർത്ഥത്തിൽ സംഭവിക്കില്ല എന്നുള്ളത് ഓട്ടോമാറ്റിക് തോട്ടിലൂടെ വന്നിട്ട് അതിന് ആള് ധൈര്യം കണ്ടെത്തിയിട്ടുള്ളതാണ്. അങ്ങനെയാണ് അത് മാറിയിട്ടുള്ളത്. അല്ല പേടി ഇന്നലെടുക്കുന്ന സമയത്ത് പുറത്തിറങ്ങിക്കാനേ പറ്റൂലല്ലോ, എക്സ്പോഷർ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആളെന്താണ് സ്വയം എന്താണ് അനീസ തന്നെ സ്വയമായിട്ട് എനിക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എനിക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നുള്ള ധൈര്യം സ്വമേധയാ എടുത്തിട്ട് ആളെന്ത് ചെയ്യും അതിലേക്ക് പോയി എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഒരു അഫർമേഷൻ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഇതൊരു ശബ്ദം മാത്രമാണ്, എന്താണ് അതൊരിക്കലും നമ്മളെ ബാധിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഒരു അഫർമേഷൻ ഒക്കെ എടുക്കൊക്കെ ഒന്ന് തുടക്കത്തിലാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല, ആള് ഓക്കെ ആണല്ലോ. മക്കളെ എനിക്ക് പേടി തന്നെയായിരുന്നു. അവര് ബാധിക്കാൻ തുടങ്ങിയപ്പോ ഞാനിങ്ങനെ ശരിയാവില്ല, അത് മാറ്റിയെടുക്കണം എന്നെനിക്ക് ഉള്ളില് വല്ലാത്ത ആഗ്രഹം ഉണ്ടായി. അങ്ങനെ അതിന്റെ പുറത്ത് മാറ്റിയെടുത്തതാണ്. ഓക്കെ, നമ്മളെ സമയം ഒരുപാടായി തോന്നുന്നു. ഇനി എന്തൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ല ഇന്നത്തെ സെഷൻ എല്ലാവർക്കും? താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ്.